250 രൂപയ്ക്ക് സാരിയാ? അതെ, ഇതൊക്കെ വെറും 99 രൂപ. 129 റെഡിമെയ്ഡ് ബ്ലൗസസിന് 50% ഓഫർ. പകുതി വിലയോ? നമുക്ക് ചേട്ടന്റെ ഒപ്പം തന്നെ കേറാം. പോരെന്ന്. ഇത് 115 ഈ പലാസം. ഇതൊന്നും എടുത്ത് കാണിക്കേണ്ട ഒരു സംഭവം ഇപ്പൊ 470. അതിന് 235 പകുതി വില. ഇതൊക്കെ 199, 240 അങ്ങനത്തെ റേറ്റുള്ള. ഇതെന്താ സംഭവം എന്ന് വെച്ചാലേ ഇതിന് ഏതെടുത്താലും 50%. ഇത് ഇല്ലാണ്ട് വരുമ്പോ സക്ക് ചെയ്ത് പുറത്തേക്ക് എടുക്കാൻ. ഇത് കൂടുതൽ ഓവറായി കഴിഞ്ഞാൽ അവർക്ക് യൂസ് ചെയ്യാൻ. ഓഫറിൽ കിട്ടുന്ന മുണ്ടുകൾ വെറും 199. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മൾ ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത്. ഓഫർ എന്ന് പറയുമ്പോൾ പകുതി വിലയുണ്ട്. പിന്നെ ഷർട്ടിനൊക്കെ 299 അങ്ങനെ റേറ്റുകൾ കയറി പോകണം. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഏത് സ്ഥലത്താണ് ഒരു ഒറ്റ പേരിൽ 18 കട, അതും പല സ്ഥലങ്ങളായിട്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ തന്നെ ഇവർക്ക് ഒരു 4-5 കട ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഊഹം. എന്തായാലും നമുക്ക് അധികത്ത് ചെന്ന് ചോദിക്കാം. എന്തായാലും അത് തൃശ്ശൂരത്തെ ജില്ലയിലത്തെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു 18 കട ഒരു പേരിലുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്ന് ഡീറ്റെയിൽ അറിയണ്ടേ? ഏതാണെന്നറിയോ? ലാമ്യ എന്ന് പറയുമ്പോൾ അത്രയും ഫേമസ് ആയ, എവിടെ ഏത് ഡിസ്ട്രിക്റ്റിൽ പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ലാമ്യ ബേബി സ്റ്റുഡിയോ ട്ടാ. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ആലുവ ഭാഗത്തായിട്ട്. അപ്പോൾ ഇവർക്ക് എറണാകുളത്തുണ്ട്, തൃശ്ശൂരായിട്ടുണ്ട്, അങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ് നമ്മുടെ ലാമ്യ ബേബി സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഐറ്റംസ് ആണ്. അതുപോലെ തന്നെ സെയിം ലാമ്യ സിൽക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ലേഡീസിൻ്റെ സാരീസ്, ജെൻസ്, അതുപോലെ കിഡ്സിൻ്റെ അവിടെയും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടിയിട്ട് ഒരാളുടെ തന്നെയാണ്, നോ ഡൗട്ട്. ഇവിടെ കയറിയാലും എവിടെ കയറിയാലും ലാമ്യ. ഇനി ഇവിടേക്ക് വരാനുള്ള വഴിയൊന്നും അറിയണ്ട. വഴി എന്ന് പറയുന്നത് നമ്മൾ തൃശ്ശൂർ കുന്നുകുളത്താണ് നിൽക്കുന്നത്. കുന്നുകുളം എന്ന് പറയുമ്പോൾ ആ കാണുന്നത് ആ സെൻറ്റർ, കുന്നുകുളം സെൻറ്ററിൻ്റെ അവിടെ ജസ്റ്റ് ഒരു 10 അടി ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു റോഡ് കൂടിയാണ്. 10 അടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ലാമ്യ സിൽക്സ്, ലാമ്യ സ്റ്റുഡിയോ. എവിടേക്കാണ് കയറേണ്ടത് അല്ലേ? ഇവിടെ ആകുമ്പോൾ അത് ലോഡ് വന്നിട്ടുണ്ട്. ഈ ലോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് അകത്ത് കയറാം. അപ്പം ഇവിടെ ഇപ്പോൾ ലോഡ് ചെറുക്ക് വന്നിട്ടുണ്ട്. യൂണിയൻ ചേട്ടന്മാരാണല്ലോ. ദേ അപ്പോൾ ലോഡുകൾ ഇങ്ങനെ പോട്ടെ. ഇതിപ്പോൾ കുട്ടികളുടെ ഐറ്റംസാന്ന് തോന്നുന്നുണ്ട്. ബാ, ഇത് എവിടേക്കുള്ളതല്ലേ? നിങ്ങൾ ഇറക്കിക്കോ, നിങ്ങളുടെ വർക്ക് നിങ്ങൾ നോക്കിക്കോ. ഞാനില്ല അത് വീഡിയോ മുന്നിലേക്ക്. ചേട്ടൻ എന്താ പറയാലോ? വാ, ഒന്നുമില്ല. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എവിടേക്ക് ഇറക്കാനുള്ളത്? ഇതിങ്ങനെ വന്നു പോയി നിൽക്കും. ഇതൊന്നല്ല നമുക്ക് വിഷയം. നമുക്കെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കളക്ഷൻസും ഓഫേഴ്സും അറിയാനാണ്. അപ്പോൾ സാരീസും അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയൽസിനും ചുരിദാറിനൊക്കെ നല്ല നല്ല ഓഫേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഞാൻ ഇട്ടിരിക്കുന്നതും അവരുടെ ഒരു പ്രീമിയം മെറ്റീരിയൽ നല്ലതാവുക, അതുകൊണ്ടാണ് പ്രീമിയം പറഞ്ഞത്. ഈ ഒരു രീതിയിൽ പല കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽസും കൂടി അറിയണം. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ ഒപ്പം തന്നെ കയറാം. പോരെന്ന് എൻ്റെ കൂടെ പോരെന്ന്. അപ്പോൾ ഇത് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് മൊത്തം പെണ്ണുങ്ങളുടെ ഐറ്റംസ് ആണ്. അതിലിപ്പോൾ ചേട്ടൻ ലിഫ്റ്റിൽ മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പോട്ടെ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഒരാളെ കിട്ടണം നമുക്ക്. കസ്റ്റമറുടെ തിരക്കുണ്ട്. ആ കസ്റ്റമറുടെ റിവ്യൂ ആദ്യം എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കളക്ഷൻസിലേക്ക് കയറാം. ഇത് കസ്റ്റമറാണോ? ഓടല്ലേ? ഒരു മിനിറ്റ് നിൽക്ക്. കസ്റ്റമറാ ഓടല്ലെന്ന് പറയുമ്പോഴേക്കും വേഗം ഓടല്ലേ? എന്തായാലും നോക്കട്ടെ. ഇവിടുത്തെ എന്താ പറയുക, കസ്റ്റമർ കാണിക്കാനായിട്ട് ഇത്തിരി ബിസിയാണ്. ആൾക്ക് താല്പര്യമില്ല. നമുക്ക് എന്തായാലും നമുക്കിവിടെ കളക്ഷൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാം ഇവിടുത്തെ മേഡാണ്. മാം ഇവിടുത്തെ മേഡാണ്. മതി, അതന്നെ കിട്ടി ധാരാളം. ഞാൻ ഈ മൈക്കൊന്ന് വെക്കട്ടെ. അപ്പോൾ മാം ഇവിടുത്തെ മേഡം, ഇവിടുത്തെ എന്താ പേര് പറഞ്ഞ? റീത മാഡം. നമ്മളിത് എത്ര ഫ്ലോർ? ഈ ലാമ്യ സിൽക്ക് എന്നൊക്കെ പറയുന്നത് 4 ഫ്ലോർ ഉണ്ട്. ഈ ലാമ്യ സിൽക്കിൽ എന്തൊക്കെ കിട്ടും? ഒരു വെഡിങ്ങിന് വേണ്ട എല്ലാ ഐറ്റംസും കിട്ടും. പോരെ? പക്ഷെ കല്യാണം ആവുമ്പോ വരണ്ട, അല്ലാത്തപ്പോഴും വരാം. എല്ലാവർക്കും എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ഒരു സംശയം കൂടി ചോദിക്കട്ടെ. ഈ ലാമ്യ സിൽക്കാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. തൊട്ടപ്പുറത്ത് ലാമ്യ ബേബി സ്റ്റുഡിയോ കാണുന്നുണ്ട്. അതെന്താ സംഭവം? അത് ഞങ്ങളുടെ തന്നെയാണ് ബേബി സ്റ്റുഡിയോ. ഞങ്ങളുടെ തന്നെയാണ്. ഈ ലാമ്യ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് തൃശ്ശൂരായാലും എറണാകുളമായാലും എല്ലാ ജില്ലകളിലും എവിടെ ഒരു കുറച്ചങ്ങോട്ട് നീ കഴിഞ്ഞാൽ അപ്പം ലാമ്യ കാണാം. അതേപോലെയാണ് നമ്മുടെ തൃശ്ശൂർ. ഇപ്പൊ എത്ര ഉണ്ട്? ഞങ്ങളുടെ ലാമ്യ ബേബി സ്റ്റുഡിയോ ഒരു 18 ഷോപ്പ് ഉണ്ട്. നമ്മുടെ തൃശ്ശൂരിന് തന്നെ എത്ര എണ്ണം ഉണ്ട്? തൃശ്ശൂരിൽ ഇപ്പൊ എത്ര? വടക്കാഞ്ചേരി, പിന്നെ എന്താണ് ചാവക്കാട്, തൃപ്രയാർ, മൂന്നുപീടിയ, കുറെ. ഇതെന്താ സംഭവം വെച്ചാലേ, അല്ല അതെന്താ എണ്ണം കൂടി പോയാലും എന്താ പ്രശ്നം? നമുക്ക് സ്ഥലം എവിടെ എന്താ അറിയില്ല. അത്രയും അധികം ഉണ്ട്. 18 ഷോപ്പ് ലാമ്യ ബേബി സ്റ്റുഡിയോയിൽ മാത്രം ഉണ്ട്. അതിലത്തെ ഒരു തവണ നമ്മൾ ആലുവയിൽ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് എന്തായാലും ലേഡീസിൻ്റെ വെച്ച് തുടങ്ങിയിട്ട് നമുക്ക് ബേബിയുടെ സെക്ഷനിൽ പോവാം. ജസ്റ്റ് ഇവിടെ നിന്ന് വെറുതെ ഒന്ന് നോക്കാം.
അത്രയും കളക്ഷൻസ് ഉണ്ട്, അത്രയും ഐറ്റംസ് ഉണ്ട് ബേബീസിന്റെ കളക്ഷൻസിൽ. എന്നാൽ ഇവിടെ ഇപ്പൊ നിലവിലെ ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഓഫർ എങ്ങനെയാ, നമുക്ക് എത്ര നാളത്തേക്കൊക്കെ ഉണ്ടാവും, എങ്ങനെയാ? ഞങ്ങളിപ്പോ ഓഫർ ഇട്ടിരിക്കുന്നത് ഈ ടോപ്പ് സെക്ഷനിൽ ഇട്ടിരിക്കുന്നത് 50% ഓഫർ. പകുതി വിലയോ? അപ്പൊ പകുതി വിലക്കാണ് ഇത് കിട്ടുന്നത്. ഇതിപ്പോ സ്റ്റോക്ക് തീരുന്നവരെ എങ്ങനെയാ, അല്ലെങ്കിൽ എപ്പോ വന്നാലും ഉണ്ടാവോ? ഇല്ല, എപ്പോ വന്നാലും ഉണ്ടാവില്ല. ഒരു നിശ്ചിത ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് അറിയണമെങ്കിൽ സ്ക്രീനിൽ നമ്പർ ഉണ്ട്, വിളിച്ചു ചോദിച്ചാൽ മതി. അപ്പൊ ഏകദേശം നമുക്കൊന്ന് റേറ്റ് അറിയാൻ, ഇപ്പൊ ഇത് പകുതി വില എന്ന് പറഞ്ഞല്ലോ, ഏകദേശം നമുക്കൊരു റേറ്റ് അറിയാനാ 100, 150, 200 എത്രയാ വരാ? ഇതിനിപ്പോ എത്ര റേറ്റ് വെച്ചു? ഇതിനിപ്പോ 470. അതിന് 235 പകുതി വില. അങ്ങനെയാണ് റേറ്റ് വരുന്നത്. അപ്പൊ ഇതില് റേറ്റ് ഉണ്ട്. ലൈവായിട്ട് നിങ്ങൾ നേരിട്ട് വരാൻ നോക്കുക. ഇതിന്റെ റേറ്റാ ഇത് റേറ്റ് തന്നെ വരും 400. അപ്പൊ എല്ലാത്തിന്റെയും ഇങ്ങനെ ഇപ്പൊ റേറ്റ് പകുതി വിലയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ കാണുന്ന ടോപ്സിന്റെ എല്ലാത്തിന്റെയും റേറ്റ് പകുതി വിലയാണ്. എന്നാലും ഇതിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ ഇപ്പൊ നമ്മൾ എടുത്തതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 200, അല്ലാണ്ട് ഇതിന് അതിനേക്കാളും കുറവുണ്ടാ? 300 സംതിങ്ങിന്റെ ഒക്കെ ഉണ്ട്. 300 എന്ന് പറയുമ്പോൾ 300 പകുതി വിലയല്ലേ പറഞ്ഞ, അതിന്റെ പകുതി. അപ്പൊ ഒരു 150, 175 ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് ഓഫർ പ്രൈസിൽ ഇട്ടിരിക്കുന്നതാണ്. നേരത്തോടെ വരാം. നേരത്തോടെ വന്നാൽ എത്ര മണിക്കൊക്കെ നമുക്ക് തുടങ്ങും കട? 9:30 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് കുർത്തീസിന്റെ സെക്ഷനിൽ പോവാം. എന്തായാലും ഞാൻ ഇട്ടത് നമുക്ക് വഴിയെ പറയാം. അതിന് മുന്നേ നമുക്ക് ഈ ഒരു സെക്ഷനിൽ എന്താ എന്നാ കുറച്ച് കളക്ഷൻസ് ഒന്ന് നമുക്ക് കാണാൻ പറ്റുമോ? ഇങ്ങോട്ട് ഒരാൾ തലയിങ്ങനെ കുനിഞ്ഞിരുന്നിട്ട് ഞാൻ നോക്കണ്ട. ഒരായി പറഞ്ഞു എനിക്കുണ്ട്, അവിടെ ഇരുന്നോ, കാശിന്റെ എണ്ണം തെറ്റുണ്ടാ. ഓക്കെ. ഇത് നമുക്ക് വർക്കുള്ള നല്ല ചുരിദാറുകൾ പുതിയ കളക്ഷൻ ഒക്കെ വന്നിട്ടുണ്ട്. പുതിയ കളക്ഷൻസ് ഇപ്പൊ പെരുന്നാൾക്കുള്ള കളക്ഷൻസ് വന്നിട്ട്. ഇതൊക്കെ 3 പീസ് ആണോ ഇപ്പൊ കാണിക്കുന്നത്? 3 പീസിന്റെ കളക്ഷൻ കേട്ടോ. ഇതൊക്കെ നല്ല ഇപ്പൊ ട്രെൻഡ് ആയിട്ടുള്ള നെക്കും അതുപോലെ ഇതിന്റെ വർക്ക്, ഇത് ഒക്കെ ഒരു എങ്ങനെയാ ഇതിന്റെ കളേഴ്സ് ഒക്കെ ഉണ്ടാവും, എങ്ങനെയാ സൈസസ് ഒക്കെ കിട്ടുമോ? സൈസ് ഉണ്ട്, M2 XXL സൈസ് വരുന്നുണ്ട്. പിന്നെ റീറ്റെയിൽ ആണ് ഇത് സംഭവം വരുന്നത്, റീറ്റെയിൽ. അപ്പോൾ ഒരു സിംഗിൾ പീസിനായാലും നമുക്ക് ഇങ്ങോട്ട് വരാം. അപ്പൊ നേരത്തെ പറഞ്ഞില്ല, ഒരു വെഡിങ് ആയാലും വെഡിങ് അല്ലെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ ഡ്രസ്സ് ഇടാൻ തോന്നുന്നു അപ്പോൾ ഓടി ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ റേറ്റ് കുറവ്. എൻ്റെ ഒരു കളർ ചേഞ്ച് അല്ലേ ഇത്? ഞാനേ പെട്ടെന്ന് കണ്ടപ്പോളേ നല്ല രസമല്ലേ. ഇത് നല്ല മെറ്റീരിയൽ ആട്ടോ, നല്ല ഒരു ഞാൻ പറഞ്ഞല്ലോ പ്രീമിയം അല്ലേ, പ്രീമിയം കളക്ഷൻ ആണ് ഇത് വരുന്നത്. എന്നാൽ പ്രീമിയം കളക്ഷൻ ആണെന്ന് പറഞ്ഞാലും റേറ്റ് എഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷനാണ്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഒരു മസ്റ്റേർഡ് യെല്ലോ, അതിൽ തന്നെ നമുക്കൊരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്. ഇത് 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റ് വരുന്നത് കേട്ടോ, 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഈ ഒരു കളർ കണ്ടു, ഇതിൻ്റെ ഒരു വേറൊരു കളറുണ്ട്, അങ്ങനെ 2-3 കളേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതും അതിൻ്റെ ഒരു കളറാണ്. അടുത്തത് പെരുന്നാൾക്കപ്പോൾ നിങ്ങൾ ഒരുങ്ങി കഴിഞ്ഞു അല്ലേ? അതെ. ഇത് നോക്കിയേ, ക്രഷിൻ്റെ കേട്ടോ, പെരുന്നാളുടെ വർക്ക് ഫുൾ ചക്ക് അങ്ങനെ. ഇത് ഒരു അനാർക്കലി സ്റ്റൈലിലാണ്, അതുപോലെ ഫുൾ വർക്കോട് കൂടിയിട്ടാണ് ഇത് വരുന്നത്. ഈ ഒരു വർക്ക് ഉണ്ടോ, ഇതുപോലത്തെ നല്ല പ്രീമിയം നല്ല പാർട്ടി വെയർ കോൺസെപ്റ്റ് ആണ് ഈ ഒരു ഏരിയയിൽ ഇരിക്കുന്നത്. ഇത് നല്ല അടിപൊളിയാണല്ലോ. ഇതിൻ്റെ വർക്ക് എനിക്ക് ഇഷ്ടമായിട്ടോ. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതൊരു പ്രത്യേകത ഉണ്ടല്ലേ, നോർമൽ വിട്ടിട്ട് ആ ഒരു കലീര ഓടിയായിട്ട് ഇങ്ങനെ ഇതൊന്നും എടുത്ത് കാണിക്കേണ്ട ഒരു സംഭവം കേട്ടോ. ഇത് ഒരു സിംഗിൾ പീസാണോ, സിംഗിൾ കളർ, വേറെ കളേഴ്സ് 4 കളർ ഉണ്ട്. പക്ഷേ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അടിപൊളി പീസാണ് കേട്ടോ. എനിക്ക് ഇതിൻ്റെ വർക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമായി. പെരുന്നാൾക്ക് നല്ല എഫോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇത് വരുന്നത്. നോക്കിയ ഫ്ലയർ കണ്ട, ഇതാണ് ലുക്ക്. പിന്നെ എന്താണ് നമുക്ക് പറയാനുള്ളത്, ഇവിടെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എങ്ങനെ വരും? നമുക്കൊരു പാർട്ടി വെയർ കളക്ഷൻ വരുമ്പോൾ 1000 തൊട്ടാണ് നമുക്ക് പാർട്ടി വെയറിൽ സ്റ്റാർട്ട് വെയർ ഇട്ടാ, അല്ലാതെ അതിന്റെ റേറ്റ് കുറവ്. അല്ലാണ്ട് വരുമ്പോൾ നമുക്ക് ചുടിദാറിന്റെ 500 ആ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 500 എന്ന് പറയുമ്പോൾ ഒന്നുമല്ല. ശരി, ടോപ്പൊക്കെ വരുമ്പോഴാ 3 പീസാ പറയുന്നത് കേട്ടോ, 500. അതൊക്കെ പറയുമ്പോൾ നോർമലാണ്. പിന്നെ ഈ ടോപ്പൊക്കെ വരുമ്പോൾ നമുക്ക് എത്രക്ക് കിട്ടും? ടോപ്പ് വരുമ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് 115 തൊട്ടിട്ട് 119 തൊട്ട് തുടങ്ങുന്നുണ്ട്. 119 തൊട്ട് ടോപ്പ് അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കാം. കുറച്ചുകൂടി ശബ്ദമാവട്ടെ, എനിക്ക് കേൾക്കുന്നില്ല. ഇതും ഒരു പാർട്ടി വെയർ തന്നെ, നല്ലൊരു കളർ ഷെയ്ഡ്, നല്ല കളക്ഷൻസ് ഉണ്ടല്ലേ നിങ്ങൾക്ക്. സ്കേർട്ട് അതുപോലെ ദുപ്പട്ട 3 പീസിന്റെ കോൺസെപ്റ്റ്. പക്ഷെ ഇതെനിക്ക് ഇഷ്ടമായിട്ടോ. എല്ലായിടത്തും കണ്ണാട ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ തന്നെ പറഞ്ഞ എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ അല്ലേ? മതി. അവർ പറഞ്ഞ പിന്നെ സെറ്റാണ്, വേറെ ഒന്നും നോക്കാനില്ല. ഇതിൻ്റെയൊക്കെ റേറ്റ് അറിയണമെങ്കിൽ നേരിട്ട് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ഫെസിലിറ്റീസ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ നേരിട്ട് തന്നെ വരണം അല്ലേ? ഓൺലൈനിൽ നമുക്ക് മുതലാളോട് സംസാരിക്കാം, ഓൺലൈൻ ഡീൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. കാരണം ഇത്രയും വലിയൊരു കടയിൽ പക്ഷെ വന്നെടുക്കണതിന്റെ ഒരു സുഖം വേറെ അല്ലേ? അപ്പൊ അവർക്ക് മെറ്റീരിയൽ ഒക്കെ നേരിട്ട് കണ്ടെടുക്കുമ്പോഴല്ലേ ഒന്നും കൂടി
മെറ്റീരിയൽ കണ്ടെടുക്കാൻ തന്നെയല്ല ഇട്ട് നോക്കാം. ആ അതാണ്, അതൊരു വേറെ മാറ്റം തന്നെയാ. പിന്നെ അതെ ഇതും പെരുന്നാളുടെ ഒരു സംഭവം. പെരുന്നാളെന്ന് പറയണില്ല, ഞാനൊരു പാർട്ടി വെയർ കോൺസെപ്റ്റ്. അതിപ്പോൾ പെരുന്നാൾക്ക് തന്നെ ഉണ്ടോന്നില്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഫെസ്റ്റിവൽസോ കല്യാണോ ഏതിന് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻ. സറാറ ഗറാറ ഇതാ. അപ്പോൾ ഇത് ഇവിടെ തീരൂല, കാണിക്കുകയാണെങ്കിൽ കുറേ ഉണ്ടല്ലേ കാണിക്കാൻ, കുറേ ഉണ്ട്. ഇതാ ഇത് ഇതിന്റെ പാൻറ്, അതുപോലെ ഇത് ഗൗൺ. ആ അത് കുഴപ്പമില്ല, നമുക്ക് ഗൗൺ കാണിക്കാം. അത് കാണിക്കുന്നോണ്ട് എന്താ നമ്മൾ ഈ സറാറണ്ട് കഴിഞ്ഞിട്ട് ഗൗണിക്ക് കിടക്കാൻ. ആ അതെ കുറേ ഉണ്ടെന്നല്ലേ. ഇതാ ഇത് നല്ല അടിപൊളി പീസ്. ഇത് ജാക്കറ്റ് റിമൂവബിൾ അറ്റാച്ചഡ് ആട്ടോ, ഇത് അറ്റാച്ചഡ് ആണ് വരുന്നത്. പിന്നെ ഈ കാണിക്കുന്നത് ഇപ്പൊ നിലവിൽ ഇപ്പോഴത്തെ കളക്ഷൻ ആണ്, വരാണ്ട് അല്ലേ കളക്ഷൻസ്. ഇത് നോക്കിയാ ഓർഗൻസല്ലേ, ഇത് ഇങ്ങനെ 2 പീസ് അല്ലേ വരുന്നത്, ദുപ്പട്ട മാത്രമാണ്. ആ ദുപ്പട്ട ഇങ്ങനത്തെ ലോങ്ങിൽ വരുമ്പോ ദുപ്പട്ട പാന്റ് ഒന്നും ഇട്ടില്ല, ആരും കാണാൻ പോണില്ല. ഇട്ടാലും ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല അല്ലേ, ആര് കേൾക്കണു അല്ലേ. പിന്നെ നിങ്ങളുടെ വീടൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണോ? ഇവിടെ തൃശ്ശൂര്. അപ്പൊ നമുക്ക് ഇത്രയും സ്ഥലങ്ങളുണ്ട്. അല്ലെങ്കിൽ ലാമ്യ ബേബി സ്റ്റുഡിയോ ലാമ്യാന്ന് അടിച്ചു കൊടുത്താൽ മതി. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഈ 18 ഷോപ്പിന്റെ പേരുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരും. എറണാകുളത്ത് തന്നെ ഉണ്ട് കുറേ, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ കുന്നുകുളത്ത് തന്നെ ഒരെണ്ണം, പിന്നെ ചാവക്കാട് ഉണ്ടെന്ന് പറഞ്ഞു. പാവർട്ടി. ആ ഓക്കെ, പെട്ടെന്ന് അങ്ങനെ ചോദിക്കല്ലേ, ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഈ കടയിൽ നിൽക്കുന്ന ആളാണ്. എന്തായാലും എനിക്ക് ഏതൊക്കെ സ്ഥലം എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവിടേക്ക് നിങ്ങൾക്ക് പോവാം, അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ഫോൺ നമ്പർ ആഡ് ചെയ്യാം, വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ ഇതൊരു കളക്ഷനാണ്. 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റ്, അല്ല സോറി 2 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. പിന്നെ നോക്കി വർക്കുകൾ ജസ്റ്റ് ഇങ്ങനെ ഓടിപ്പിച്ച് നോക്കാം. ഇത് അല്ലാണ്ട് തുറന്ന് ഫുള്ള് കാണിച്ചു കഴിഞ്ഞാൽ അതിന് തന്നെയാണ് നേരം കിട്ടുള്ളൂ. പിന്നെ ഈ ഒരു കളക്ഷൻ, പിന്നെ ഞാൻ ഇട്ടതിൻ്റെ ഒരു കളക്ഷൻ എന്ന് പറയണത് കുർത്തി മാത്രമേ. ഇതിന്റെ സെയിം, ഇത് ടോപ്പ് മാത്രം, സെറ്റ് അല്ല മാഡം. അങ്ങനെയും കിട്ടൂല അല്ലേ, വർക്കൊക്കെ സെയിം ആണ് അല്ലേ. ഷോൾ ഉണ്ടാവില്ല, പാന്റ് ഉണ്ടാവില്ല, വെറും ടോപ്പ് മാത്രം. ഓക്കെ, അപ്പൊ ഇതിനാകുമ്പോ റേറ്റ് കുറയും. ആ സെയിം മെറ്റീരിയലും അതിന്റെ ക്വാളിറ്റിക്കൊക്കെ സെയിം തന്നെ. ഇതിനാകുമ്പോ റേറ്റ് കുറയും, ഇതാകുമ്പോ ഇത്തിരി റേറ്റ് കൂടും. കാരണം വെച്ചാൽ സെറ്റ് ആകുമ്പോ ആ ഒരു മാറ്റം, അത്രയ്ക്ക് നമുക്ക് കോമൺ സെൻസ് ഉണ്ടല്ലോ അല്ലേ. ആ പിന്നെ ഈ ഒരു സെക്ഷൻ നമ്മുടെ പാർട്ടി വെയർ ഏകദേശം കഴിഞ്ഞിട്ടില്ല, നമ്മൾ അത് കുറച്ച് ഭാഗം കാണിച്ചു. സെറ്റ് ട്രെൻഡായിട്ട് കോഡ് സെറ്റ്, പാന്റും ടോപ്പും, ഷോൾ ഉണ്ടാവില്ലേ. ഓക്കെ, ആ അത് സ്ലീവ് ഉള്ളിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. കോട്ട് സെറ്റ് റയോൺ മെറ്റീരിയൽ, ഇതിലും സൈസസ് അവൈലബിൾ ആണ്. ബാക്കിലാണ് സിബ് കൊടുത്തിരിക്കുന്നത്, ഹൈനെക്ക് പോലെ ഷോർട്ട് ടൈപ്പ്. ഓ ഇത്ര ഷോർട്ടും ലോങ് ആയിട്ടുള്ള കോട്ട് സെറ്റ്സും അവൈലബിൾ ആണ്. അതിൽ പിന്നെ വർക്ക് കുറച്ച് ഈ ഒരു സെക്ഷനിൽ വരുമ്പോഴാണ് നമ്മൾ ഈ 500-ന്റെ ഉള്ളിൽ 500 ഉള്ളിൽ 500-ന്റെ 500-ന്റെ ഉണ്ട്. 500-ന്റെ ആ അതെ. ഇത് നോക്കിയേ, ഇതും 2 പീസ്. അപ്പൊ ഈ സെക്ഷനിൽ എനിക്ക് തോന്നുന്നു മൊത്തം 2 പീസിന്റെ സെക്ഷനാണ് വരുന്നത് അല്ലേ. ഓക്കെ, 2 പീസിൽ അങ്ങനെ കോട്ടൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ വർക്ക് വരുന്നത് വർക്കുള്ളതും ഉണ്ട്. ഇത് ഫുള്ള് ഇങ്ങനെ പ്രിന്റ് ആണ് കേട്ടോ. അത് ബാക്കിലും ഫ്രണ്ടിലും വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു വർക്ക് പോയിരിക്കുന്നത്. വർക്കൊന്നും ഇല്ലാണ്ട് പ്രിന്റ് ആയിട്ടുള്ളത്, പാന്റും ടോപ്പും ഒരേ പ്രിന്റ് ആയിട്ട്. ഇത് ട്രെൻഡാണ് അങ്ങനെ. അപ്പൊ ഇത് കോട്ട് സെറ്റ് അല്ലെങ്കിൽ 2 പീസ് ആ ഒരു സെക്ഷനിൽ നമ്മൾ ജസ്റ്റ് കുറച്ച് ഉണ്ടെന്നുള്ള ഹിന്റ് കാണിക്കണം. കാരണം എന്താ വെച്ചാൽ പിന്നെ ഗൗൺ ടൈപ്പ് ഇല്ലേ, കൂടുതലും മുസ്ലിങ്ങളാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഗൗൺ ടൈപ്പ് വർക്ക് അധികം ഒന്നും ഇല്ലാത്ത. ഇവരുടെ മെറ്റീരിയൽ നല്ല അടിപൊളിയായിരിക്കും അല്ലേ. ഏത് ഗൗൺ സെറ്റ് ഒക്കെ എടുത്താലും മെറ്റീരിയൽ ആണ് ഇവരുടെ മെയിൻ. നല്ല ഇതിനെന്താ പറയാ, എന്തോ പറയും, ഗൗൺ എന്നല്ല പറയാ, അവരുടെ ഭാഷയിൽ എന്തോ പറയും, പർദ ഗൗൺ. പർദ ഗൗൺ. അപ്പൊ ഇത് നല്ല ഒരു ഹൈ ക്വാളിറ്റി ആണ് ഇത് വരുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇവിടെ തുണിയിലായിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതെ, ഇത് ഒരു ഗൗൺ തന്നെ ലൈറ്റ് വെയിറ്റ് പകരം അവര് ഇങ്ങനത്തെ യൂസ് ചെയ്യും. ഇങ്ങനത്തെ അതാകുമ്പോൾ കുറച്ച് ഹെവി ആവും. നമുക്ക് ഹെവി വേണ്ട, കുറച്ച് സിമ്പിൾ ആയിട്ട് എഫോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള റേറ്റ് പറയുമ്പോൾ ആ ഒരു സംഭവം. ഇത് കുറച്ച് വർക്ക് വേണം പറയണവർക്ക് ഈ ഒരു സംഭവം നമ്മൾ കൊടുക്കും. അതും നല്ല രസമുണ്ട് കേട്ടോ. അടിയിൽ ഫ്രില്ല്, ഇവിടെ ചെറിയൊരു വർക്ക്, ഫുൾ സ്ലീവ് ആണ് ഇത് വരുന്നത്. പിന്നെ ഇങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ എപ്പോഴും ഫുൾ സ്ലീവാണ് വരാം, വേറെ പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല. പിന്നെ നമ്മുടെ ടോപ്പിന്റെ സെക്ഷൻ, ടോപ്പിന്റെ സെക്ഷൻ വർക്ക് ഉള്ളതും ഇല്ലാത്തതും. ഈ ദുപ്പട്ട തൽക്കാലം ഇവിടെ വെച്ചോ. എന്തായാലും 3 പീസിന്റെ ഒരു കളക്ഷൻ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതെന്തായാലും ഞാൻ കാണിച്ചില്ല. ഇനിയിപ്പോ നമുക്ക് ടോപ്പിന്റെ സെക്ഷൻ എന്ന് പറയുമ്പോൾ അഫോർഡബിൾ റേഞ്ചിൽ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ 100 സംതിങ്ങിന് നമുക്ക് ടോപ്പുകൾ കിട്ടും. അതാണ് ഇതിലിങ്ങനെ വർക്കുള്ള ടോപ്പ്, വർക്കുള്ളത്. അതില് ഫ്രിൽ വർക്ക് വരുന്നുണ്ട്, ഫ്രിൽ ഇല്ലാത്തത് വരുന്നുണ്ട്. കുറവുള്ളൂ. ഇതിൽ കുറെ മോഡൽസ് ഉണ്ടാവും. മോഡൽസ് ഉണ്ട്, നല്ല നല്ല മോഡലും.
നല്ല നല്ല മോഡലുകൾ ഇന്ന് പൊതിച്ച് നല്ല നല്ല മോഡല് നമുക്ക് ഹാൻഡ് വർക്കിൽ വരുന്നുണ്ട്. എന്നാൽ നല്ലോണം നമുക്ക് എഫോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ റീറ്റെയിലും കൂടിയാണ്, ആ ഒരു കാര്യം മറക്കണ്ട. ഒരു പീസിനായാലും നമുക്ക് വരാം. ടോപ്പ് വിത്ത് ഷോള്. ഓ അടിപൊളി ഷോള്. പക്ഷെ ഈ ഷോള് കൊടുത്താലും ഇത് മാത്രമേ ഇടുള്ളൂ ഇപ്പോഴത്തെ പിള്ളേര്, ഇതൊന്നും വേണ്ട. ഇത് ബ്രാസോയുടെ ദുപ്പട്ടയാണ് കേട്ടോ. ഇങ്ങനെയാണ് സ്ലീവ്ലെസ് ആണ് വരുന്നത്, പക്ഷെ സ്ലീവ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പൊ ഇനി ഈ ഒരു സെക്ഷനിൽ വരുമ്പോ എന്താ വരുന്നത്? ഷോർട്ട് ടോപ്പ് ജീൻസിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അത് തന്നെയല്ലോ. ഷോർട്ട് ടോപ്പ് അല്ല ഇവിടെ ഫ്രണ്ടിൽ കിടക്കണ്ടായിരുന്നു, അത് ഡിസ്കൗണ്ടിൽ ഇട്ടിട്ടുള്ള സംഭവം. അപ്പൊ ഇവിടെ ഓഫേഴ്സും ഡിസ്കൗണ്ട് എപ്പോഴും ഉണ്ടാവും. അപ്പൊ അത് ഏത് സമയത്ത് ഓഫർ ആഹാ ഇത് നന്നായിട്ടുണ്ട് അല്ലേ. ക്രോഷ്യാലെ ലേസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. ക്രോപ്പ് ടോപ്പുകൾ ജീൻസിന് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല കളക്ഷൻസ്. അതും ആ മെറ്റീരിയലാണ് കാണേണ്ടത്. മെറ്റീരിയൽ കാണുന്നേക്കാളും നല്ലത് ഇങ്ങനെ തൊട്ട് ഫീൽ ചെയ്യണതിന്റെ ഒരു സംഭവം വേറെ തന്നെയാണ്. ടോപ്പുകൾ പിന്നെ ഇപ്പൊ റേറ്റ് കുറവാണ്. ഇപ്പൊ പഞ്ചാബി കുർത്ത എന്നൊക്കെ പറയും. റേറ്റ് കുറവെന്ന് പറയുമ്പോ ഏകദേശം അത് 300 സംതിങ് അത്രേ വരുള്ളൂ, അത്രേ റേറ്റ് വരുള്ളൂ. ഇതിന്റെ റേറ്റ് ആണ് കേട്ടോ പറഞ്ഞത്, ഈ ടോപ്പിന്റെ. എന്നാൽ ഇവിടെ 100ക്ക് തുടങ്ങും. പിന്നെ 100ക്ക് തുടങ്ങുമെന്ന് പറഞ്ഞാലും എപ്പോഴും ഇങ്ങനെ റേറ്റ് മാറിക്കൊണ്ടിരിക്കും. കാണുന്നതൊക്കെ ഡിഫറെന്റ് റേറ്റുകളായിരിക്കും. ഇനി ഇത് നോക്കുകയാണെങ്കിൽ ഒരു 2 പീസിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് ഇത് വരുന്നത്. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. ഇത് ഇപ്പോഴത്തെ ട്രെൻഡ് ആട്ടാ. ഈ അജറക്കിന്റെ അങ്കറക്ക സ്റ്റൈലിൽ കേട്ടോ. ടോപ്പ് ലൈറ്റ് വെയിറ്റ് കോട്ടണിൽ വരുന്ന ഒരു കളക്ഷൻ. ഇത് ഇപ്പോൾ ഒരുവിധം മിക്ക പിള്ളേരുടെ കയ്യിൽ ഇത് ഉണ്ടാവും. റേറ്റും കുറവാണ്, എഫോർട്ട് ചെയ്യാൻ പറ്റും. നമുക്കിട്ട് എന്താ പ്രശ്നം? കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. അതൊന്നും ഉറപ്പിച്ചങ്ങോട്ട് പറഞ്ഞേ. ഒരു കുഴപ്പമില്ല, നമുക്കിടാ പറ്റെങ്കിൽ ഞങ്ങൾ ഇട്ട് കാണിക്കുകയും ചെയ്യും. ഇത് നോട്ടെ, ഇതെന്താ സംഭവം? ഇതുപോലത്തെ ബനിയനുകൾ കേട്ടോ. തെർമൽ ടോപ്പ്. അപ്പൊ ഇതിന്റെ കളക്ഷൻസ് കുറെ ഉണ്ട് കാണിക്കാൻ. ഞാൻ എവിടെ നിന്നൊക്കെ എടുത്ത് കാണിക്കുന്ന ഒരു വലിയ അത്ര അധികം ടോപ്പിന്റെ ഇതേ. ബോഡിക്കോൺ, പിന്നെന്താ ചെക്കില് ഷർട്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത ഫ്ലോറിലേക്ക് പോവാം. പിന്നെ ജസ്റ്റ് ഇതിന്റെ ഒരു ഇത് പാൻസ് അല്ലേ? പാൻസിന്റെ എല്ലാ കളേഴ്സ് അവൈലബിൾ ആണ്. അതും കൂടി ഒന്ന് കാണിക്കുന്നത് മാത്രമല്ല, ഇത് കൂടാണ്ട് നമുക്ക് ഈ ഒരു സെക്ഷനിൽ വരുമ്പോ എന്താ വരുന്നത്? ഇവിടെ ഈ ഞാൻ എടുക്കണ സംഭവങ്ങൾ ഹാങ് ചെയ്തിരിക്കുന്നത് ഓഫർ ഇട്ടിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ വെറുതെ അല്ല, ഓഫറിൽ ഇട്ടിട്ടുള്ള സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ നേരത്തെ കണ്ടത് ഒക്കെ പകുതി വിലയാണ്. ഇനി ഇപ്പുറത്ത് വരുന്നതും ഇതും പകുതി വിലയാണോ? ഇതൊക്കെ 199, 240 അങ്ങനത്തെ റേറ്റുള്ള ഒക്കെ ഡിഫറെന്റ് വരുന്നത് കേട്ടോ. മെഡികൾ മാത്രമാണോ ഇവിടെ ഇരിക്കുന്നത് മൊത്തം? ഇത് മെഡികള് പലോസ സൈസസും ഉണ്ടാവും കേട്ടോ, കഴുത്തിലും നോ ഡൗട്ട്. അപ്പൊ ഇതൊക്കെ പലാസോ അതുപോലെ തന്നെ മിഡികള് എല്ലാത്തിനും ഒരു 200 എത്ര പറഞ്ഞ 100 ഇത് 200, 100 ഇത് 115 ഈ പലാസ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് റേറ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 100 തൊട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 100, 200, 300. അപ്പൊ അങ്ങനെയാണ് റേറ്റ്സ് കാര്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ഇത് വരുന്നത് ടോപ്പുകള് ഇതും ഓഫറിനാണ്. അപ്പൊ സെലക്റ്റീവ് ഐറ്റംസിനാണ് ഈ ഒരു പകുതി റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് വന്ന് നോക്കുക എന്തൊക്കെ ഐറ്റം നിങ്ങളുടെ സൈസുള്ളത് കിട്ടും. ഇതൊക്കെ നോക്കിയാൽ ഓഫറിന് കൊടുക്കണത് എന്ത് രസമാണ്. എന്നാൽ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് വന്ന് നോക്കുക. എഫോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസും ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇതൊക്കെ ഓഫറിന് ഒക്കെ സെലക്റ്റീവ് ഐറ്റംസിനാണ് കേട്ടോ ഇരിക്കുന്നത്. ഞാൻ വീണ്ടും എടുത്ത് പറയാം, എല്ലാത്തിനും അല്ല, സെലക്റ്റീവ് ഐറ്റംസിനാണ് പകുതി റേറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാതും ഞാൻ എടുത്തെടുത്ത് കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡ് നമ്മുടെ കുട്ടികളുടെ സെക്ഷനാണ്. അപ്പോൾ അതൊന്നും നോക്കിയല്ലോ പോയിട്ട്. അത് അവിടേക്ക് ആരാ? അവിടെ വേറെ ആളാണെന്ന് തോന്നുന്നു അല്ലേ? ഇവിടൊക്കെ അതെ കുട്ടികളുടെ സെക്ഷനാണ് മൊത്തം വരുന്നത്. കുട്ടികളുടെ എന്ന് പറയുമ്പോൾ ആൺകുട്ടികളുടെ ആയാലും പെൺകുട്ടികളുടെ ആയാലും അവർക്കുള്ള ആക്സസറീസ്, ടോയ്സ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ കാണുന്നുണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ ആരാ സംസാരിക്കണേ? ഇങ്ങോരാണോ? നിങ്ങൾ പറയോ? കുഴപ്പമില്ല അന്നൊന്ന് പറഞ്ഞേ. ഈ കുഴപ്പമില്ലാന്ന് കുറച്ച് വെച്ചതിൽ പറഞ്ഞു, ഒന്ന് കേക്കട്ടെ. കുഴപ്പമില്ല അന്നൊന്ന് പറഞ്ഞേ, ഒന്ന് ഉഷാറായിട്ട് പറയില്ല. കുട്ടികൾക്ക് 6 മാസമല്ല, ഇപ്പൊ പ്രസവിച്ച കുട്ടികൾക്ക് ഒരു 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. അപ്പൊ അത് കഴിഞ്ഞാൽ വലുതായി കഴിഞ്ഞതിന്റെ മുകളിലുണ്ട്. 6 തൊട്ടിട്ട് വലിയ കുട്ടികളുടെ മുകളിലുണ്ട്. അങ്ങനെയുണ്ട്. 6 വയസ്സ് വരെ ന്യൂ ബോൺ ബേബി തൊട്ടിട്ട്. ഇവിടെയും ഞാൻ ഇതുപോലെ ഓഫറുകളൊക്കെ ഞാൻ കേട്ടൂല. എന്തൊക്കെ ഓഫറുകൾ? ഇതൊക്കെ 50% ഓഫറാണ്. ഇതൊക്കെ ഇതിന് ഏതെടുത്താലും 50%.
ഇതിന്ന് ഏതെടുത്താലും കേട്ടോ. അതും പിന്നെ ഇതിന് ഏതെടുത്താലും 50% ഓഫിനാണ്. കുറച്ച് സാധനങ്ങളൊന്നും ഇങ്ങനെ എടുത്ത് കാണിച്ചു തന്നാൽ നല്ല നല്ല വെറൈറ്റി, ഇതൊക്കെ സെലക്റ്റീവ് ഐറ്റംസ്, ഇതൊക്കെ ഓഫറിന് ഇട്ടിരിക്കണത് കേട്ടോ. ഒക്കെ പകുതി വില. ഏത് എന്നാലും സ്റ്റാർട്ടിങ് നമുക്ക് ഒരു ഏകദേശം എത്ര റേറ്റ് വരും? ഒരു 100-200 ആ ഒരു റേഞ്ച്. എന്തായാലും നമ്മൾ റേറ്റ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. റേറ്റ് ഒക്കെ വരട്ടെ, വന്ന് കാണട്ടെ, അവർ അതിശയിക്കും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ. എന്തായാലും അവര് വരട്ടെ വന്ന് നമ്മൾ പറയണില്ല, പറയാ. അതെ, അതാണ് ഇപ്പൊ റേറ്റ് അറിയണമെങ്കിൽ നേരിട്ട് വരാ. കാരണം ഇപ്പൊ ഇതിന്റെ റേറ്റ് പറഞ്ഞു എന്ന് വിചാരിക്കും. ഇതിപ്പോ വീഡിയോ ഇടുന്നേക്കാളും മുന്നേ അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞിട്ട് സാധനം പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ റേറ്റ് പറഞ്ഞതിൽ അർത്ഥമില്ലല്ലോ. അത് കാരണം അപ്പൊ കുറച്ച് സാധനങ്ങളൊന്നും എടുത്തന്നെ നമ്മളെ ഒരു 2-3 ഐറ്റം ഒന്ന് എടുത്ത് പെട്ടെന്ന് അതെ നല്ല നല്ല ഫ്രോക്ക് ഐറ്റം പിന്നെ പറയണ്ട. അപ്പൊ കുട്ടികളുണ്ടെങ്കിൽ ഇത് പെൺകുട്ടികൾക്ക് മാത്രമാണോ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ സെക്ഷനിൽ വേറെ ഉണ്ട്? ഇതിപ്പോ പെൺകുട്ടികളുടെ മാത്രമാണ്. പെൺകുട്ടികളുടെ അതെ ന്യൂ ബോൺ ഡ്രസ്സസ് ഇതാ. ഇത് ആൺകുട്ടികളുടെ കോട്ട് സെറ്റ്, പിന്നെ ജീൻസിന്റെ ഇതൊക്കെ ഓഫറിൽ ഇട്ടിരിക്കണതല്ലേ. ഇരിക്കണ സൈഡ് ഞാനിഞ്ഞ പറയണ്ടല്ലോ, അതെ ലൈവായിട്ട് ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വായിച്ചു നോക്കിയാൽ പറയാം ഒക്കെ 50% അല്ലേ. ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള, പിന്നെ ഞാൻ പറയണ കാര്യമില്ലല്ലോ, ലിറ്റിൽ ബിൻ്റെ ആണ്, ബ്രാൻഡഡ് ഐറ്റം ആണ്. അപ്പം അതിനും ഓഫർ ഇട്ടിട്ടുണ്ട്. ഇതേ മൊത്തം ഇരുന്ന് കാണിക്കണമെങ്കിൽ സമയമില്ല. അപ്പം എല്ലാവരും നേരിട്ട് വരിക, കാണാം. ഇതല്ലാത്ത ഇവിടെ എന്തൊക്കെ ഐറ്റംസ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നൊന്നും ഒരു പിടുത്തം പിടിച്ചു. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഈ സൈഡ് മൊത്തം ഫ്രോക്സ് ആണോ വരുന്നത്? ഇത് ഫ്രോക്സ്, അതുപോലെ തന്നെ കുട്ടികളുടെ ടോയ്സുകൾ, അങ്ങനെ A to Z എല്ലാ ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ആൺകുട്ടികളുടെ കണ്ടില്ല എന്ന് പറയണ്ട. ഇങ്ങോട്ട് വന്നാലേ ഈ സൈഡ് ആൺകുട്ടികളുടെ സെക്ഷൻ, അതിൽ നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള സംഭവങ്ങൾ എല്ലാതും അവൈലബിൾ ആണ്. അതുപോലെ ബ്ലേസേഴ്സ്, അങ്ങനത്തെ സംഭവങ്ങൾ, അങ്ങനത്തെ എല്ലാം വെറൈറ്റി ആൺകുട്ടികളുടെ കളക്ഷൻസ് ഒക്കെ മൊത്തം ഇരിക്കുന്നുണ്ട്. ഈ ആൺകുട്ടികളുടെ എവിടെയാണ് ഇരിക്കണേ മറ്റേ ഓഫറിലുള്ളത്? ഏത് ഭാഗത്തായിരിക്കണേ? എല്ലാം കൂടി ഇതിലാണ്, മിക്സിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ അല്ല, ന്യൂ ബോൺ ബേബിക്കൊക്കെ ഇവിടെ ന്യൂ ബോൺ ബേബിക്ക് ചെറിയ അവർക്ക് സെപ്പറേറ്റ് ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട് അവർക്ക്. ഇപ്പൊ കേറുമ്പോ നമ്മള് ഈ കുട്ടീനെ കാണാൻ മറക്കരുത്. ചേച്ചി ഒന്ന് മറന്നേ, ആ കുട്ടീനെ ഒന്ന് കണ്ടോട്ടെ. ഇത് ഇവിടെയാണോ ന്യൂ ബോൺ ബേബീസിന്റെ വരുന്നത്? കെട്ടുടുപ്പ് തൊട്ട് ജബല എന്നല്ലേ പറയുന്നത്? കെട്ടുടുപ്പ് തൊട്ട് അത് ഫുൾ നിവർത്തുന്നില്ല. ഹൈജീനിന്റെ ഒരു പ്രശ്നം വരുമല്ലോ. അതിപ്പോ കളറിലും ഉണ്ട്, വൈറ്റിലും ഉണ്ട്. മുന്നിൽ കെട്ടണോ പിന്നിൽ കെട്ടണോ ഇവിടെ കെട്ടണോ എല്ലാത്തും ഉണ്ട്. പിന്നെ അവർക്കുള്ള ടർക്കീസ്, അവർക്കുള്ള ബാത്ത് ടവൽസ്, ക്യാപ്സ്. പിന്നെ ഇവരുടെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ കുട്ടികളിലേക്ക് ഒരു രക്ഷയില്ല. അതും ഇവിടെ ഓഫർ നടക്കുന്നുണ്ട്. ഒക്കെ 50% സെലക്റ്റീവ് ഐറ്റംസിനാണ് കേട്ടോ. ഇത് ടർക്കി അല്ലേ? ഇവരുടെ ടർക്കി എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് നല്ല, അതുപോലെ കിടക്കുക ഒക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് വരുന്ന ഐറ്റംസും കൂടിയാണ്. ഇവർക്ക് ഓൺ പ്രൊഡക്ഷനും കൂടിയുണ്ട്. ഇവരെ സ്വന്തമായിട്ടുള്ള ബ്രാൻഡും ഇല്ലേ? ലിറ്റിൽ ബി ആണ് സ്വന്തമായിട്ടുള്ള ബ്രാൻഡ്. ലിറ്റിൽ ബി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യണത് അല്ലേ? സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യണത്. സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ. അത് കുട്ടികളുടെ ഡ്രസ്സ് മാത്രമല്ല, ഇതുപോലത്തെ ടർക്കി, കിടക്ക, ഇതൊക്കെ ഓൺ പ്രൊഡക്ഷൻ ചെയ്യണം നമ്മൾ. ഇതിപ്പോൾ ചെറിയ രീതിയിലാണെങ്കിൽ നമുക്ക് വലിയ രീതിയിലും വരുന്നുണ്ട്. കളേഴ്സും അവൈലബിൾ ആണ്. ഇത് വേറെ ഒരു മോഡൽ. അപ്പോൾ ഇതൊക്കെ പിടിക്കുമ്പോൾ അല്ലേ ഭയങ്കര ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് കുറച്ചുകൂടി ഉഷാറാവട്ടാ പറയണേലേ. പറയേ, ഞാൻ പറയൂല എന്നാ നീ പറഞ്ഞാൽ മതിന്ന്. അങ്ങനെ പറ്റൂല, പറ കേക്കട്ടെ. അയ്യോ, നമ്മളെ രസത്തിന് വേണ്ടിട്ടല്ല പറയണത്, നിങ്ങളുടെ സാധനങ്ങൾ കാണാനും പറയണത്. പറ. ഇത് പറയുമ്പോ ഒരു ഇമ്പം വേണ്ട മാഡം, നല്ല രീതിയിൽ പറഞ്ഞോളൂ, ഞാനൊക്കെ എടുത്തുതരാം. മാഡം പറയുന്നത് കേൾക്കാൻ രസം. ഇമ്പേ ഇതേ താളം ഇമ്പം പിടിക്കാനുള്ള സംഭവമല്ല. ഗിഫ്റ്റ് ഐറ്റംസ് ഇതൊന്ന് ഓടിച്ചു നോക്കിയാൽ മതിട്ടോ. ഗിഫ്റ്റ് ഐറ്റംസിന്റെ ഒരു സംഭവമാണ് ഈ ഒരു സെക്ഷൻ. ഈ ഒരു പാക്കിംഗ് ഒക്കെ ഉണ്ട്, നല്ല രസമായിട്ടുണ്ട്. അതുപോലെ A to Z ഇപ്പൊ മാമോദിസയ്ക്ക് ലിറ്റിൽ ബിറ്റ് നിങ്ങളുടെ ഓൺ പ്രൊഡക്ഷന്റെ തന്നെയാണല്ലേ? അതെ. എന്തായിട്ടും എല്ലാതും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇല്ല എന്നുള്ളതൊന്നും ഇല്ല. ഒക്കെ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിലേ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചോ. അതുപോലെ തന്നെ ആ ടോയ്സും ഒക്കെ ഉണ്ടാ.
എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. A to Z കുട്ടികളുടെ മാത്രമല്ല കേട്ടോ, ഇപ്പം അമ്മമാർ പ്രഗ്നന്റ് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞിട്ട് അവർക്കുള്ള പാൻറ്റീസ് വരെ ഈ ഒരു സെക്ഷനിൽ അവൈലബിൾ ആണ്. കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷിക്കുമ്പോഴാണല്ലോ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് അല്ലേ. അവർക്കുള്ള ഷേപ്പ് വെയർസും അതൊക്കെ അവൈലബിൾ. ഇതിൽ പെട്ടതല്ലേ? ഇത് അവർക്കുള്ളത് എന്ന് വെച്ചാൽ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ നോർമലാണ്, നമ്മുടെ വയറ് ചാടുമ്പോൾ ഒരു ടെൻഷൻ. അപ്പോൾ കുട്ടികളുടെ ഐറ്റം മേടിക്കാൻ വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത് മേടിക്കുന്നു. ഞാൻ പറയുന്നില്ല, ഒരു കാഞ്ചി ഒരു മിനിറ്റ് കുട്ടികളുടെ സെക്ഷനിൽ കുറച്ച് നേരം ഒന്ന് പറഞ്ഞെടുത്തേ. അയ്യോന്നാ ഇതെന്താ മക്കളെ ഇങ്ങനെ? ഇത് പോട്ടെ, ഇത് കാണിക്കുക ഇടയ്ക്കാ. പറയും ഇത് കുട്ടികളുടെ ബെഡാണ്. ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ കമ്പനി ആയിട്ടാണ്. ഞങ്ങളുടെ ലിറ്റിൽ ബീയുടെ ആണ്. ലിറ്റിൽ ബി ഇവരുടെ ഓൺ പ്രൊഡക്ഷൻ ആണ്, കമ്പനിയാണ്. അതുപോലെ ഇവിടെ മാത്രമല്ല, ഇവർക്ക് പുറത്തും ഇവര് പ്രൊഡക്ഷൻ ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ എവിടെയാ ദുബായ് ഏതൊരു സ്ഥലം പറഞ്ഞിരുന്നു എനിക്ക്. ഖത്തർ, ദുബായ് ഏതൊരു സ്ഥലം പറയാം. എന്തായാലും ഇന്ത്യയിലല്ല സംഭവം. ഞാൻ ആ സ്ഥലത്ത് പോകാത്ത കാരണം എനിക്ക് അറിയൂല. പക്ഷെ എവിടെയോ ഒരു പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ വീഡിയോയിൽ കണ്ടു. ഇതൊന്നും ഒന്നുമല്ല, ഇതിനേക്കാളും നല്ല അടിപൊളി സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ബെഡുകൾ കുട്ടികളെ കിടത്താൻ തന്നെ അല്ലേ, ഒരു രസം തന്നെയല്ലേ. അവർക്കുള്ള ഊഞ്ഞാലുകള്, തൊട്ടില്, ഇത് കൂടെ 2 ലവും. ഈ 2 ലവ് കാരനാണല്ലോ ഈ ഒരു ഇത് സംഭവിച്ചത് അല്ലേ. ദൈവമേ, അങ്ങനെയെങ്കിലും ഒന്ന് ചിരിച്ചു നമ്മുടെ മാഡം അല്ലേ. വാ, അങ്ങനെയെങ്കിലും ഒന്ന് ചിരിച്ചു. കർത്താവ് ഇതിനൊന്ന് ചിരിപ്പിക്കാൻ പാടുന്ന പാട്. ഇത് നമുക്ക് റബ്ബർ ഷീറ്റിന്റെ അല്ലേ, കുട്ടികൾക്ക് ഉമ്പുള്ളൻ. പറ, ഇതൊന്നും നിങ്ങൾ എന്താ പ്രസവിക്കാത്ത പോലെ ഉണ്ടല്ലോ, കുട്ടികൾ കാണാത്തവരെ പോലെ ഉണ്ട്. പറയേ. ഇത് കുട്ടികൾക്കാണ് എണ്ണ തേച്ച് കിടക്കാനും അല്ലാത്ത എപ്പോഴും ഉപയോഗിക്കാനുള്ള ബെഡാണ്. അത്രേ ഉള്ളൂ. അതൊന്ന് സ്ട്രോങ് ആയിട്ട് നിന്ന് പറയണോണ്ട് ഇപ്പൊ എന്താ പ്രശ്നം? ഇതെന്താ? ഇതാണ് നമ്മൾ അതിന്റെ പാക്കിങ് കേട്ടോ. നമ്മള് നേരത്തെ ഊഞ്ഞാല് മറ്റേ കുട്ടികൾക്ക് കിടക്കാനുള്ള ഊഞ്ഞാല് കണ്ടില്ല, അതിന്റെ പാക്കിംഗ് ആണ് കാണുന്നത്. അതുപോലെ തന്നെ ക്യാപ്സ് ഉണ്ട്. പിന്നെ ഇതൊന്നും ഓടിച്ച് ഇങ്ങനെ നോക്കിയാൽ ഇത് ന്യൂ ബോണിന്റെ വെറൈറ്റി ഐറ്റംസ്. ന്യൂ ബോൺ കുട്ടികളുടെ, അതെ, അത് ആൺകുട്ടിന്നില്ല പെൺകുട്ടിന്നില്ല, കുട്ടിയായാൽ മതി, അവർക്കുള്ള എല്ലാ ഐറ്റംസ് ഉണ്ട്. പിന്നെ ബൂട്ടീസ് ഇതുപോലത്തെ ഐറ്റംസും. ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോകാം, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും കൊണ്ടുപോകാം. എങ്ങനെയായാലും നമുക്ക് ഒരു എഫോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള റേറ്റിനായിരിക്കും ഇവിടെ അവൈലബിൾ. ഇവരുടെ ഓൺ പ്രൊഡക്ഷനും കൂടി ആയതുകൊണ്ടേ അങ്ങനെ. അതും എന്താ പറയുക, നൂല് തൊട്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ഇവരുടെ ഓൺ പ്രൊഡക്ഷനിൽ ചെയ്യുന്നതാണല്ലേ. ഇതൊക്കെ എന്താ കുട്ടികളുടെ കുട്ടികളുടെ ഇവരെ മെറ്റീരിയൽ തന്നെ പിടിക്കുമ്പോൾ നല്ല സുഖമുണ്ട് അല്ലേ. അത് ഞങ്ങളുടെ കമ്പനിയാണ്. അതാണ് കണ്ട, അപ്പോഴേക്കും നമ്മുടെ കമ്പനിയുടെ പേര് വന്നു. അതാണ് പിടിക്കുമ്പോ ഒരു സുഖം. ഓയില് ക്രീം, അതെ ഈ സൈഡ്. അപ്പൊ കുട്ടികളുടെ എല്ലാ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇപ്പൊ എണ്ണ തേച്ച് കുളിക്കായാലും എണ്ണ തേച്ച് കഴിഞ്ഞിട്ടുള്ള ക്രീമുകള്. ഇത് മാത്രല്ല, ഇതൊക്കെ ഒരു ഗിഫ്റ്റ് പർപ്പസ് ആണ്. പക്ഷെ അതങ്ങനത്തെ അല്ലാത്ത ഇവിടെ ഇവിടുത്തെ ലൂസ് ടൈപ്പ് ആയിട്ടുള്ളത് ലോഷൻസ് എല്ലാം ഉണ്ട്. പറയടോ. സബാവണ്ടിന്റെ ക്രീമാണത്. ലോഷൻ ഹിമാലയയുടെ എന്താ ലോഷൻ, അതെന്താ നോക്കട്ടെ. ഇത് ബോഡി ഇത് ലോണ്ടറി വാഷ്, നമ്മുടെ കുട്ടികളുടെ തുണികൾ കഴുകാനായിട്ടുള്ള വാഷ് ചെയ്യാനുള്ള ലിക്വിഡാണ്. അതുപോലെ തന്നെ ഹിമാലയ ബേബി ലോഷൻസ്. അങ്ങനെ ലോഷൻസ് മാത്രമല്ല, അവർക്കുള്ള എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പൊ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ ഇങ്ങനത്തെയും അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു സെറ്റ് അതൊക്കെ ഞാൻ കാണിച്ചു. ഇനി ഞാൻ വീണ്ടും എടുത്ത് പറയട്ടെ, എല്ലാ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇത് കൂടാണ്ട് ഇനി ബേബീസിന് നമുക്ക് ഈ വയൽ ചപ്പൻ അതെ ഈ സൈഡൊന്ന് നോക്കാവാ. ബേബീസിന്റെ ഈ ജീൻസിന്റെ കാര്യം ഒന്ന് പറഞ്ഞേ. ഇപ്പുറത്തെ കാണിച്ചിട്ട് അപ്പുറത്തെ കാണിച്ചാൽ മതി. ഇത് മൊത്തം ഒന്ന് ഇതേ കടാ, കുട്ടികൾക്കുള്ള ചെരുപ്പുകളാ. 6 വയസ്സ് വരെയാണോ? 6 വയസ്സ് വരെ. 6 വയസ്സ്. അത് കുട്ടികൾക്ക് ബൂട്ടീസൊക്കെ നമ്മൾ അവിടെ കണ്ടു. ഇത് കൂടാണ്ട് ഇപ്പൊ അവർക്കുള്ള ഷൂസ്, ബൂട്ടീസ്, ബൂട്ട്സ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് അവൈലബിൾ ആണ്. ടോയ്സും അവൈലബിൾ ആണ്. ടോയ്സും അവൈലബിൾ ആണ് കേട്ടോ. ഈ കാണുന്നത് മൊത്തം ടോയ്സുകളാണ് വരുന്നത്. അതിപ്പോൾ സൈക്കിളായാലും അതുപോലെ ഇപ്പുറത്തെ സൈഡ് വെറുതെ അവിടെ നിന്നിട്ട് ഇത്രയും ടെൻഷൻ അടിച്ചു. ഇവിടെ ഇതേ മൊത്തം കാണുന്നത് കുട്ടികളുടെ ഇപ്പൊ കുപ്പികളൊക്കെ പലതരം കുപ്പികളായില്ലേ ഇപ്പൊ. നമ്മുടെ കാലത്തെ കുപ്പികളൊക്കെ ഇല്ല ഇപ്പൊ. ഇപ്പൊക്കെ ഭയങ്കര സ്റ്റൈലായിട്ടുള്ള കുപ്പികളാണ്.
പറയാ, അതൊക്കെ എനിക്കറിയാം, നിങ്ങൾ പറയ്. അതൊക്കെ എന്ത് സംഭവം? ഞാൻ പറയുന്നില്ല. അത് പറയേ, ഞാൻ പറയാം. ആൾക്ക് പറയാൻ ഒരു നാണം. ഇതിപ്പോ എന്തിനിപ്പോ നാണിക്കണേന്നാ ഞാൻ ചോദിക്കണേ അല്ലേ? നാണം പിടിച്ചിരുന്നു കഴിഞ്ഞെങ്കിൽ ശരിയാവണേ. ഇതെന്താ സംഭവം എന്ന് വെച്ചാലേ, ആ ഇത്ര പറയണ്ടോ? അതിനാണ് നമുക്ക് സാധാരണ കുട്ടികൾക്ക് പാല് കൊടുക്കുന്ന സമയത്ത് പാല് വരാണ്ട് വരുമ്പോൾ ഈ സക്ക് ചെയ്തിട്ട് നമ്മൾ വലിച്ചെടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അത് പ്രസവിച്ചവർക്ക് അറിയാം, അല്ലെങ്കിൽ നഴ്സിംഗ് കുട്ടികൾക്ക് അവർക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഷീനാണ് കേട്ടോ ഈ ഒരു മെഷീൻ വരുന്നത്. അപ്പോൾ ഇതും ഇവിടെ അവൈലബിൾ ആണെന്ന് വെച്ചാൽ പ്രസവം കഴിഞ്ഞിട്ട് അമ്മമാർക്കും കുട്ടികൾക്കുള്ള ആ വക ഐറ്റംസ് ആക്സസറീസും അവൈലബിൾ ആണ്. ഇതിൻ്റെ കൂടെ ഇത് ഫ്രീ ആണ് ഇങ്ങനെ കെട്ടി വെച്ചില്ല? ആ എനിക്ക് തോന്നി. ഇതിൻ്റെ കൂടെ ഈ ഒരു ബോട്ടിൽ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ സക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബോട്ടിലിൽ വെച്ചിട്ട് പിന്നെ കുട്ടിക്ക് ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. അതുപോലെ ഇത് അണ്ടർ ആം പാഡ്സ് ആണോ? ഇത് ബ്രസ്റ്റ് പാഡ്, അണ്ടർ ആം അല്ല ബ്രസ്റ്റ് പാഡ്സും വരുന്നുണ്ട്. ബ്രസ്റ്റ് പാഡ് എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഇല്ലാണ്ട് വരുമ്പോൾ സക്ക് ചെയ്ത് പുറത്തേക്ക് എടുക്കാൻ. ഇത് കൂടുതൽ ഓവറായി കഴിഞ്ഞാൽ അവർക്ക് യൂസ് ചെയ്യേണ്ടത്. എങ്ങനെ നോക്കിയാലും ഇവിടെ ഐറ്റംസ് അവൈലബിൾ ആണ് അല്ലേ? ആ അതാണ് നമ്മുടെ ലാമിയ ബേബി സ്റ്റുഡിയോ. യെസ്, അതെങ്കിലും പറഞ്ഞില്ല, സമാധാനം. ടോയ്സിന്റെ ഒരു സെക്ഷനെ നോക്കിയിട്ട് നമുക്ക് അടുത്ത ഇവരുടെ വലിയൊരു സെക്ഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഒരു സെക്ഷനിലേക്ക് പോകണം. അതുപോലെ തന്നെ മെൻസിന്റെ സെക്ഷനിലേക്ക് പോകണം. ഇതൊക്കെ കുട്ടികൾക്കുള്ള ഒരു ചെറിയ നിസ്സാരം ആയിട്ടുള്ള ആക്സസറീസ്. നിസ്സാരം എന്ന് പറയാൻ പറ്റില്ല, ഹൈജീനിക് ആയിട്ടുള്ള. ഇങ്ങോട്ട് വന്നേ, എവിടേക്കാ പോണേ? അങ്ങോട്ട് വരുമ്പോ ഇവിടെ കഴിഞ്ഞില്ലേ? ഇവിടെ കഴിഞ്ഞിട്ടില്ല. ഈ ഊഞ്ഞാലാരാട്ടാ? ഞാനാട്ടു. ആ നാട്ട് നോട്ടെ. എത്ര വയസ്സായി? അത് പറയണ്ട. അയ്യോ വയസ്സ് ചോദിക്കണ്ട. പക്ഷെ ഞാൻ എന്തായാലും പിന്നീട് അതറിയോ, കുട്ടീനെ ആട്ടുന്ന സമയമൊക്കെ കഴിഞ്ഞു. കുട്ടീനെ ആട്ടേണ്ട സമയമാണ് ഇപ്പൊ. ആട്ടും ഉടനെ ഞാൻ ആട്ടും, നിങ്ങളെ ആട്ടിക്കുന്നത്. അതായത് നമുക്കൊന്ന് മുകളിലേക്ക് പോയാലോ? ശരി. ആ ഓക്കെ. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലോർ ആണ്, വെഡിങ് സെക്ഷൻ ആണ്. ഇപ്പുറത്തെ സൈഡാണോ വെഡിങ്? ഇപ്പുറത്തെ എന്താ? അപ്പുറത്ത് ബ്ലൗസ് പീസ്, ഡ്രസ് മെറ്റീരിയൽസ്, അങ്ങനത്തെ ഐറ്റംസ്. ഓ ഓക്കെ. അപ്പൊ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വെഡിങ് സെക്ഷൻ സാരീസിന്റെ ഒരു ഏരിയ ആണ് ഫുള്ള് അല്ലെ? സാരീസ് എന്ന് പറയുമ്പോൾ നമുക്ക് പട്ട് സാരി, സെറ്റ് സാരി, കോട്ടൺ സാരി, അങ്ങനെ എല്ലാ ഐറ്റംസും. ഓക്കെ. നമുക്ക് കുറച്ച് സാരീസിന്റെ ഒന്ന് കളക്ഷൻസ് ഒന്ന് കാണാൻ പറ്റുമോ? ഇവരെ കൂട്ടത്തിൽ ഞാനും പിന്നാലെ ഓടുന്നുണ്ട്. നമ്മൾ കസ്റ്റമർ ആയിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഓരോന്നോരോന്ന് സാരി നമുക്ക് കാണിച്ചു തരുമല്ലോ. ആ അപ്പൊ കുറച്ച് സാരീസ് ഇവിടെ ഉള്ളത് തന്നെ നമുക്ക് കാണാം. നമുക്ക് സാരീസ് ഫാൻസി സാരി ഓൾ ഓവർ വർക്ക് ആയിട്ട് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് അല്ലേ? നമുക്ക് സാരീസിന്റെ എന്താ പറയുമ്പോ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇപ്പൊ ജസ്റ്റ് പുറത്തേക്ക് വെച്ചപ്പോ ഇങ്ങനെ കാണിക്കുന്നു മാത്രം. അത് കൂടാണ്ട് ഇവിടെ ബനാറസി. ആ ബനാറസി നോക്കിയേ, ബനാറസി. അത് 1 ടോണിലും വരുന്നുണ്ട്, ഡബിൾ ടോണിലും വരുന്നുണ്ട് കേട്ടോ. ഡബിൾ ടോൺ ഞാൻ ഇവിടെ എവിടെയോ കണ്ടു, ഒരു ബ്ലാക്ക് ഞാൻ ഇവിടെ കണ്ടു. ഏതൊരു കസ്റ്റമർ ട്രെൻഡ് സാരിയാണ്. ഈ ട്രെൻഡ് എപ്പോഴും കാലകാലം നിൽക്കുന്ന ഒരു ട്രെൻഡ് കൂടിയാണ് കേട്ടോ. പിന്നെ അതെടുത്തോ, നമുക്ക് കയ്യിൽ കിട്ടിയതൊക്കെ കാണിക്കാം. ഇതാ ഇത് ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നത്, അതും ബനാറസി വിത്ത് ബ്ലൗസോട് കൂടിയിട്ട് വരുന്നതാണ് കേട്ടോ. പിന്നെ ഫാൻസി സാരീസിലും നല്ല കളക്ഷൻസ് ഉണ്ട് അല്ലേ? ഹാൻഡ് വർക്ക്. ഇവിടെ ഒന്നും ഓഫർ ഇല്ലല്ലോ ഈ ഭാഗത്തേക്ക്? അവിടെ ഓഫർ ഉണ്ട്, സാരിയിൽ ഓഫർ ഉണ്ട് അല്ലേ? ഇത് ഓഫർ ഉള്ളതല്ല. അപ്പൊ സെലക്റ്റീവ് ഐറ്റംസിനാണ് ഓഫർ വരുന്നത്. അങ്ങനെ ഇപ്പൊ ഫാൻസി, അതുപോലെ തന്നെ ഫാൻസിയിൽ തന്നെ നല്ലതുണ്ട്. ജോർജറ്റിലൊക്കെ നോക്കി ആ കല്ല് വെച്ചതൊക്കെ എന്ത് രസം കാണാൻ. ബ്ലാക്ക് സ്റ്റോൺ വെച്ചത്, റെഡ് ആൻഡ് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ രസമല്ലേ? വെച്ചോ, മേത്ത് വെച്ച് കാണിച്ചോ. നല്ല കാണുമ്പോൾ ആൾക്കാർക്ക് അറിയാൻ പറ്റുള്ളൂ നല്ല ഭംഗിയുള്ളതാണെന്ന്. കണ്ട നല്ല രസമായിട്ടുണ്ട് അല്ലേ? അതുപോലെ ഇതിന്റെ തന്നെ കളർ ചേഞ്ച് ആട്ടോ. ഈ ഒരു ഗ്രീൻ 4 കളർ ഉണ്ട്, ഏത് വേണമെങ്കിലും എടുക്കാം. ഇതേ റീറ്റെയിൽ ആണല്ലോ. ഇതേ പിന്നെ ഓൺലൈൻ ഇല്ല, നേരിട്ട് തന്നെ വരണം. ആ ഒരു കാര്യത്തിന് കോംപ്രമൈസ് ഇല്ല. നെറ്റില് വർക്ക് ചെയ്ത സാരി, ഫാൻസിയില് സാരി ഫാൻസിയില്. പിന്നെ നെറ്റിൽ വർക്ക് ഉള്ളതുണ്ട്, നോർമലിൽ വരുന്നുണ്ട്. കണ്ട ഇപ്പൊ ഒരു ചന്തം കൂടി നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ സാരി ആയാലും ഞങ്ങളുടെ ഡ്രസ്സ് ഇട്ടാലും ഒരു ഭംഗി വേറെ തന്നെയാണ്. അതാണ്. പിന്നെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കുറെ ഉണ്ട്. ഇപ്പൊ ഇത് വൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ദാവണി, സ്കേർട്ട്. ഇതേ ഈ ഒരു മോഡൽ വരുന്നത്, ബ്ലൗസ് ബ്ലാക്ക്. ഈ വർക്ക് ഒന്നും കണ്ട നല്ല രസമായിട്ടുണ്ട്. വർക്ക് ഒന്ന് നോക്കാം നമുക്ക്. ഇതൊക്കെ ഹാൻഡ് വർക്കിൽ ചെയ്തിട്ടാ. ഇതിലിപ്പോ കളറ് വേറെ വേറെ കിട്ടൂലോ? ഇപ്പൊ മോഡല് കാണിക്കാണ്, കളർ വേറെ വേറെ കിട്ടും. ഇതിപ്പോ ഫുൾ ബൂട്ട വർക്ക് ആയിട്ടുള്ളത് കേട്ടോ. അതില് ഇത് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി അല്ലേ? ഫുള്ള് റെഡിമെയ്ഡ് ആണ്. അതിനെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യേണ്ടല്ലോ. ഓക്കെ. ഇപ്പൊ വെഡിങ് ആയാലും ഏത് ഫംഗ്ഷൻ ആയാലും നമുക്ക് ഇവിടെ ഐറ്റംസ്
കിട്ടോ? കിട്ടും. ആ, അതാണ് ആ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത്. ഈ സൈഡ് ഇവിടൊക്കെ എന്തായിരിക്കണം ഈ മെറ്റീരിയൽസ് അല്ലേ? ഇത് ജസ്റ്റ് ഇത് ഫുള്ള് ഓപ്പൺ ചെയ്യണ്ട, നമുക്ക് ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ട് ഒന്നും നോക്കാം. കാരണം എന്താ വെച്ചാൽ മെറ്റീരിയൽസ് ആയതുകൊണ്ട് അലങ്കോലാവാനായിട്ട് ചാൻസസ് കൂടുതലാണ്. അതിൽ പ്രീമിയം തൊട്ട് എല്ലാ രീതിയിലുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഫംഗ്ഷനായാലും ഏതൊരു ഒക്കേഷനായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല കളക്ഷൻസ്. അതായത് ചിക്കൻ കറി, ഹാൻഡ് വർക്ക്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മെറ്റീരിയൽ ആണോ. അത് നല്ല ഹെവി വർക്കോട് കൂടിയിട്ടാണ്. അതിൽ കളർ ചേഞ്ചസും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഇരിക്കുന്ന സെക്ഷൻ മൊത്തം അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയലിന്റെ ഒരു സെക്ഷൻ. കോട്ടന്റെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് കോട്ടന്റെ മെറ്റീരിയൽസ്. പക്ഷെ കാലാവസ്ഥ അല്ല കേട്ടോ, ചിലവർക്ക് ഈ 365 ദിവസം കോട്ടൺ വേണമെന്നുള്ളവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കും ഇവിടെ ഐറ്റം റെഡിയാണ്. അതാ ഇത് കോട്ടണിൽ തന്നെ വർക്ക് വരുന്നതുണ്ട്, വർക്ക് നോർമൽ ആയിട്ടുള്ളതും വരുന്നുണ്ട്. ഇത് വർക്കുള്ളത് ഈ ഇരിക്കണത്, ഇത് വർക്കില്ലാത്തത് കേട്ടോ കോട്ടണിൽ. പിന്നെ ഇത് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് കളക്ഷനാണ്, ഇത്തിരി വൈറലായിട്ടുള്ള ഒരു കളക്ഷൻ കൂടിയാണ്. ഇത് ഓപ്പൺ ചെയ്തൊന്ന് കാണിച്ചേ പറ്റുള്ളൂ. ഇതിൻ്റെ റേറ്റ് അറിയണമെങ്കിൽ നേരിട്ട് വിളിക്കുക, ചോദിക്കുക. ഇത് പിടിച്ചേ, എന്തായാലും ഇത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇത് മേത്തേക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്തേ. ഇതാണ് ഫൈനൽ ലുക്ക്. അൺസ്റ്റിച്ചഡ് മെറ്റീരിയലും അതുപോലെ തന്നെ റെഡിമെയ്ഡും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതിപ്പോൾ ഇത്രയും ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇതിൽ എല്ലാ കളേഴ്സ് ഒരുവിധം ഇഷ്ടംപോലെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഒരു 8-9 കളേഴ്സ് അങ്ങോട്ട് ഇതിലുണ്ട്. ഇത്തിരി വൈറൽ കൂടുതലായിട്ടുള്ള ഒരു കളക്ഷൻ കൂടിയാണ് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോയാലോ. കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും, നമ്മളിങ്ങനെ കണ്ടത് ഇവിടെ ഇരിക്കലേ വേണ്ടോ അല്ലേ. ഇതാ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കിനി അടുത്തേക്ക് പോയാലോ. അടുത്തേക്ക് പോവാം, അതായിരിക്കും നല്ലത്. ആ സൈഡൊക്കെ എന്താ വരുന്നെന്ന് പറഞ്ഞേ? കോട്ടൺ സാരീസ് ഇല്ലേ, കോട്ടൺ സാരീസ്, സെറ്റ് മുണ്ട്, സെറ്റ് സാരി, കോട്ടൺ സാരീസ്, പിന്നെ യൂണിഫോം സാരി. യൂണിഫോം സാരീസും ചെയ്യുന്നുണ്ട് നിങ്ങള്? ഓക്കെ. കോട്ടന്റെ കൗണ്ടറാണ് ഈ ഒരു സെക്ഷൻ വരുന്നത്. എന്തൊക്കെ കോട്ടൺ ഉണ്ട്? ബംഗാൾ കോട്ടൺ, ലക്ഷ്മി കോട്ടൺ, മഹേശ്വരി കോട്ടൺ, കല്യാണി കോട്ടൺ, കോട്ടന്റെ എല്ലാവിധ ഐറ്റംസും ഉണ്ട്. അതാണ് ഈ ഒരു സെക്ഷനും ഇപ്പുറത്തെ സെക്ഷനും വരുന്നത്. അത് വൈറ്റ് ബേസ് ആയിട്ടുള്ളത് വരുന്നുണ്ട്. അങ്ങനെ കോട്ടന്റെ A to Z കളക്ഷൻസ് കിട്ടും. പിന്നെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ സെറ്റ് സാരിയിൽ ഒരെണ്ണം നോക്കാൻ പറ്റുമോ? പിന്നെ എന്താ, എനിക്ക് ഇവരുടെ ഇന്റീരിയർ ആണ് മെയിനായിട്ട് ഇഷ്ടമായത്. വേറെ ഒരു രക്ഷയില്ലേ, നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ്. ടിഷ്യൂല് വർക്കായിട്ടുള്ള സെറ്റ് സാരി അത് ടിഷ്യൂലും കോട്ടണിലും ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ടിഷ്യൂലും വരും, കോട്ടണിലും വരും. ഇപ്പൊ അടുത്ത് നമുക്ക് ചെക്ക് വരുന്നത്. ഓക്കെ, ഇതും വിത്ത് ബ്ലൗസോട് കൂടിയിട്ടല്ലേ? ഓക്കെ, ഇനി സെറ്റ് സാരിയിൽ ഒരെണ്ണം കാണിച്ചാലോ? മുണ്ടില് എങ്ങനെ എന്താ പറയാ, സെറ്റ് മുണ്ടില് കോപ്പർ വർക്കായിട്ട് വരുന്നുണ്ട്. കോപ്പറിന്റെ വർക്കിൽ വരുന്നുണ്ട്, പ്രിന്റഡിൽ വരുന്നുണ്ട്, ചെക്കില് വരുന്നുണ്ട്, പ്രിന്റില് വരുന്നുണ്ട്. ഇല്ലാത്തതൊന്നും ഇല്ലാന്നല്ലേ? വന്നാ മതി, ഞങ്ങൾ തരാൻ റെഡിയാണ്. 9:30 തൊട്ട് എത്ര മണി വരെ ഉണ്ട്? 9:30 വരെ. 12 മണിക്കൂർ ഓപ്പൺ ആണ്. സൺഡേ ഉണ്ടാവോ? സൺഡേ ഉണ്ട്. സൺഡേ നിങ്ങൾ ഉണ്ടാവും? അതെ. അപ്പൊ ഉറങ്ങാൻ മാത്രം വീട്ടിൽ പോണെന്ന്? നമ്മുടെ വീട്, നമ്മുടെ എല്ലാതും, നമ്മുടെ അതാണ്. ഇനി എന്ത് പറയാൻ. പിന്നെ സമയം ഞങ്ങൾ ലാമിയലാണ്. രാവിലെ 9:30 തൊട്ട് വൈകിട്ട് 9:30 വരെ ഇവിടെ തന്നെയാണ്. അത് ഞായറാഴ്ച ഈ ഒരു ടൈം തന്നെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്ക് ലീവ് എടുക്കും. അത്യാവശ്യം 1-2 ഒക്കെ ലീവ് മാസത്തില് അത്രേ ഉള്ളൂ കേട്ടോ. പക്ഷെ അത്രയും ആത്മാർത്ഥത്തോട് കൂടിയിട്ട് നമ്മൾ ലാമിയയില് എപ്പോഴും ഉണ്ടാവും. അപ്പൊ നിങ്ങള് എപ്പോ വന്നാലും ഞങ്ങൾ റെഡിയാണ്, ഇവിടെ ഉണ്ട്. ഓക്കെ, ഇത് യൂണിഫോം സാരീസ്. മറ്റേ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി വെയർ ഐറ്റംസ്. യൂണിഫോം സാരീസ് ഡെയിലി വെയർ നമ്മൾ എത്തിച്ചു കൊടുക്കും. ബൾക്കായിട്ട് 30 പീസ്, 20 പീസ്, 50 പീസ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എത്തിച്ചു കൊടുക്കും. അതും അവൈലബിൾ ആണ്. പിന്നെ ഈ സൈഡ് മൊത്തം വരുന്നത് ലെഹങ്കര സെക്ഷൻ ആണ്. ഈ ലെഹങ്കര സെക്ഷനിലും എന്ന് വെച്ചാൽ ഇത് ഒരു വെഡിങ് കം എല്ലാം എന്ന് വെച്ചാൽ എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുന്നതാണ്. ഇവിടെ തന്നെ കയറാലോ നമുക്ക്. ഈ ഒരു സെക്ഷനിൽ എന്താ വരുന്നത്? ഈ ഓഫർ പറഞ്ഞ സംഭവങ്ങളൊക്കെ എവിടെയാണ്? ഇത് റെഡിമെയ്ഡ് ബ്ലൗസസ്. ഇത് റെഡിമെയ്ഡ് ബ്ലൗസസ് എവിടെ പോയി? നമ്മുടെ റെഡിമെയ്ഡ് ബ്ലൗസ് ഇതാ. ഇതൊക്കെ എങ്ങനെയാ? നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ് ഒന്ന് പറയാൻ പറ്റും? 129 കേട്ടാ റെഡിമെയ്ഡ് ബ്ലൗസസിന്. ഇതിന്റെ റേറ്റ് അല്ല, റെഡിമെയ്ഡ് ബ്ലൗസസ് 129 അത്രേ റേറ്റ് വരുന്നുള്ളൂ. അത് ഒരുവിധം എല്ലാ കളേഴ്സൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഉള്ളത് ഞാൻ ജസ്റ്റ് തുറക്കണമെന്ന് മാത്രം. ഒക്കെ
നമുക്ക് ഈ പാഡഡ് വെച്ചിട്ടുള്ളതുണ്ട് അല്ലേ, ഇത് കോട്ടന്റെ പാഡഡ്. പിന്നെ ഇവിടെ എവിടെയോ നല്ലൊരു ഭംഗിയുള്ളത് കണ്ടിരുന്നു, കണ്ട ഇതാണ് അത് ബാക്ക്. എല്ലാവർക്കും ഇപ്പൊ ബാക്ക് ഹുക്കാണല്ലോ വേണ്ടത് മെയിൻ ആയിട്ട്. അപ്പൊ ഈ റെഡിമെയ്ഡ് ബ്ലൗസിന്റെ ഒരു സെക്ഷൻ കൂടാണ്ട് ഇതാണ് നമ്മുടെ ഓഫർ ഓയിൽ സാരി. ഇത് ഓയിൽ സാരി ഓഫർ. അത് ഈ ഓഫർ റേറ്റ് ഉള്ള സാരീസ് ആണ് ഇത്. ഞങ്ങള് ഓഫറിന് എന്നാലും ഒരു ഏകദേശം 250, 500, 300 അങ്ങനെ പല റേറ്റിലുണ്ട്. പല 250 രൂപയ്ക്കാ സാരിയാ? അതെ, അടിപൊളി. പക്ഷെ എല്ലാത്തിന്റെയും റേറ്റ് ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ മാറ്റങ്ങളുണ്ട്. എന്നാൽ നല്ല വില കൂടിയ സാരികളാണ് ഇവിടെ ഈ ഇരിക്കുന്നത്. മൊത്തം ഓഫർ പ്രൈസിൽ വെറും 250 രൂപയ്ക്ക് സാരി. അപ്പോൾ സാരിയുടെ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടില്ല, നമ്മളിവിടെ നിർത്താം. കാരണം ഇനി ഒരു ഫ്ലോറും കൂടി ഉണ്ട്, ജെൻസിന്റെ ഒരു ഫ്ലോറ്. ഇന്റീരിയർ ഇവിടെ നിന്ന് ഒന്ന് നോക്കിയേ, ഒന്നും എത്തിച്ച് നോക്കിയാലേ കേട്ടാ, നല്ല രസമായിട്ട് അല്ലേ ഒരു ഇന്റീരിയർ വർക്ക് അടിച്ച ഒരു പണ്ടത്തെ ഒരു ഇതില്ലേ പോയിരിക്കുന്നത്. പിന്നെ ഈ ഒരു സെക്ഷൻ നമുക്ക് എന്താ വരുന്നത്? അണ്ടർ ഗാർമെന്റ്സ് വരുന്നുണ്ട്. നൈറ്റി, അണ്ടർ ഗാർമെന്റ്സ്, റണ്ണിങ് മെറ്റീരിയൽസ്, അങ്ങനത്തെ കോട്ടൺ ഷോള്, ഫാൻസി ഷോള്. അങ്ങനെ നൈറ്റീസിലൊക്കെ എങ്ങനെയാ ഓഫർ? ബ്രാൻഡ് ഞങ്ങളുടെ ബ്രാൻഡാണിത്. ഏതാ ബ്രാൻഡ്? നിങ്ങളുടെ ബ്രാൻഡ് എന്ന് പറയുമ്പോ സീക്രട്ട്. ഇവര് സീക്രട്ടില് ഇന്നർ വെയർ അല്ലേ മെയിനായിട്ട് കുട്ടികളുടെ? സീക്രട്ട് ഇവരുടെ ഓൺ ബ്രാൻഡാണ് കേട്ടോ. അപ്പൊ നൈറ്റിയില് ഞാൻ ഒരു ഇന്നർ വെയറിലാണ് മെയിനായിട്ട് സീക്രട്ട് കണ്ടിരിക്കുന്നത്. അപ്പൊ ലാമിയർ ഒരു ബ്രാൻഡ് ഓൺ പ്രൊഡക്ഷൻ ആണ് സീക്രട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡ്. ഇതിലും ഓഫർ ഉണ്ട്. നമുക്ക് ഓഫർ കൊടുക്കാൻ പറ്റും, റേറ്റ് കുറവിന് കുറക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ട്. അതാണ് അത്. നൈറ്റിയില് ചുടിദാറിന്റെ ഇത് മടക്കിക്കോട്ടോ ചേച്ചി. ഇത് ഫുള്ള് നൈറ്റിയുടെ കളക്ഷൻസ്. ഇതല്ല, ഇത് മാത്രം ഉണ്ട് കേട്ടോ, അത് വരെ ഫുള്ള്. പിന്നെ അപ്പുറത്തെ സൈഡ് ആണെങ്കിൽ നമുക്ക് ഇന്നർ വെയർ ഐറ്റംസ് ആ ഒരു സെക്ഷനാണ് വരുന്നത്. പിന്നെ ഇപ്പുറത്ത് അടിപ്പാവാടകള്. ഇപ്പൊ അടിപ്പാവാടയില് എന്ന് പറയുമ്പോ നമുക്ക് ഈ പാനല് 4 പാനൽ 6 പാനൽ അല്ല, 6 പാളി ഉണ്ടാവും, 7, 8 ഒക്കെ. അടികൂടിയവർക്ക് കുറഞ്ഞവർക്ക് അങ്ങനെ എല്ലാതും അവൈലബിൾ ആണ്. പിന്നെ ഈ സൈഡ് മൊത്തം വരുന്നത് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസിന്റെ ഔഷൻ സെറ്റ് മുറിച്ചെടുക്കാം. 1 മീറ്റർ 2 മീറ്റർ ഇഷ്ടമനുസരിച്ച് തയ്ക്കാറിഞ്ഞാൽ മതി. ബാക്കിയൊക്കെ ഞങ്ങൾ ഇവിടുന്ന് കൊടുക്കും. അത് ഇവിടുന്ന് മാത്രമല്ല, ഇപ്പൊ ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ ബ്ലൗസ് പീസ് മാച്ചിങ് സെന്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ഒരു സെക്ഷൻ വരുന്നത് ഈ മാച്ചിങ് സെന്റർ എന്ന് പറഞ്ഞാൽ 2x1 2x2 ഇത് രണ്ടും മാത്രമല്ല ഈ ഒരു സെക്ഷൻ വരുന്നത്. അതല്ല, പോളിക്കോട്ടൺ ഉണ്ട്, കോട്ടൺ സിൽക്ക് ഉണ്ട്. ഇപ്പുറത്തെ സെക്ഷൻ ഞാൻ കണ്ടില്ല, ഞാൻ ഈ ഒരു സെക്ഷൻ നോക്കിയിട്ട് പറയണേ. പോളിക്കോട്ടൺ ഉണ്ട്, റോ സിൽക്ക് ഉണ്ടാവും, അങ്ങനെ പല മെറ്റീരിയൽസ്. പ്ലെയിൻ സെക്ഷൻ ആണ് ഇത് വരുന്നത് കേട്ടോ. ബ്ലൗസ് പീസ് മുറിച്ചെടുക്കാൻ പറ്റിയത്. അപ്പൊ അങ്ങനെ ഒരു റണ്ണിങ് മെറ്റീരിയൽസ് ഞാൻ പെട്ടെന്ന് ഓടിച്ച് കാണിച്ചു മാത്രമേ. ഇനി നമുക്ക് മെൻസിലേക്ക് പോയാലോ? മെൻസ് കിഡ്സ് എന്ന് പറയുമ്പോൾ താഴത്തെ കിഡ്സ് ഉണ്ട് 7 തൊട്ടിട്ടുള്ളത്, 6 വരെ താഴെ. പിന്നെ 7 തൊട്ട് 15 വയസ്സ് 12 വരെ. 15 ഒക്കെ വലിയ കുട്ടികളായില്ലേ, താഴെ വലിയ കുട്ടികളായില്ലേ 15 എന്നൊക്കെ ഓരോ വയസ്സോ. എന്റെ പിള്ളേരൊക്കെ വലുതായിപ്പോ. ഇത് ഏറ്റവും മുകളിലത്തെ ടോപ്പ് ഫ്ലോർ. ഇവിടെയാണ് നമ്മുടെ ജെൻസും അപ്പുറത്ത് കിഡ്സ്. ഇത് ഈ സൈഡ് കിഡ്സിന്റെ ചേച്ചിയാണോ ഇത്? ഒന്ന് ഇങ്ങോട്ട് നീങ്ങേ. ഇതാണ് നമ്മുടെ കിഡ്സിന്റെ ചേച്ചി കേട്ടാ. അപ്പൊ ഇനി ഇത് നമ്മുടെ ജെൻസിന്റെ ഒരു സെക്ഷനാ വരുന്നത്. ജെൻസിന്റെ സെക്ഷനില് ഇത് ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമർ ആണ്, ഡോക്ടറാണ്. ഡോക്ടറാണോ? ശരിയാ, സൂചി കുത്തരിക്കോട്ടോ. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വരുന്നതാ. ഇവിടെ എങ്ങനെ നിങ്ങൾ സ്ഥിരമായിട്ട് വരുന്നുണ്ടോ? സ്ഥിരമായിട്ട് വരുന്നുണ്ട്. നല്ല ഡ്രസ്സാണ്, വിലയും കൂടുതലല്ല, നോർമൽ ആയിട്ടുള്ള. ഈ ഡോക്ടറാന്ന് പറഞ്ഞ എന്തിന്റെ ഡോക്ടറാ? എന്തിന്റെ വേണമെങ്കിൽ ഡോക്ടർ ആവാം, എല്ലാത്തിലും ഡിഗ്രി ഉണ്ട്. കുറച്ച് കളക്ഷൻസ് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. നമുക്ക് കുറച്ച് സംഭവം ഒന്ന് കാണിച്ചു കൊടുത്താലോ നമ്മുടെ ആൾക്കാർക്ക്? അപ്പൊ ഈ ഒരു സെക്ഷനിൽ എന്താ വരുന്നത് പറയേ? ഈ ഒരു സെക്ഷനിൽ എന്താ വരുന്നത്? സെക്ഷനില് ഷർട്ട് ഹാഫ് സ്ലീവ് ആണ് ഈ ഭാഗത്തിരിക്കുന്നത്. പ്രിന്റഡില് പ്ലെയിന് ഒക്കെ ഹാഫ്. പിന്നെ അതുപോലെ വേറെ സെക്ഷൻ ആണ്. അത് ഷർട്ട് പ്രിന്റഡും പ്ലെയിൻ ആയിട്ട് ഹാഫ് സ്ലീവ്, ഫുൾ സ്ലീവ്, അതുപോലെ തന്നെ ബ്രാൻഡഡ് പാൻ അമേരിക്ക അങ്ങനെ തുടങ്ങിയ ബോക്സ് കണ്ടപ്പോ ആ ഒരു ബോക്സ് എടുത്തോ. ബ്രാൻഡ് ഉണ്ടെന്ന് നമുക്ക് അറിയിക്കണം. പാൻ അമേരിക്ക ഉണ്ട്, പിന്നെ ബ്രാൻഡഡ്. പിന്നെ അതുപോലെ തന്നെ ഞാനൊന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട്, ഡിസ്റ്റർബ് ആയില്ലേ? സോറി. ഓക്കെ, ഇത് പാൻ അമേരിക്ക. ഇത് പാൻ അമേരിക്ക, ഓട്ടോ അങ്ങനെ ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ ഷർട്ട്. ഈ ഷർട്ടിന്റെ ഓഫർ ഉണ്ടെന്ന് കേട്ടില്ല? ഓഫർ ഉണ്ട്, അടിപൊളി ഓഫറാണ്, സൂപ്പർ ഓഫർ. ഞാൻ കേട്ടിട്ടാ വന്നത്. വീഡിയോ കണ്ട ആൾക്കാർ ഓടി വരും. ടിവിയിൽ കണ്ട ആൾക്കാർ ഓടി വരും. ബ്രാൻഡഡ് ഷർട്ട്, അതിനാണ് ഞങ്ങക്ക് ഓഫർ ഉള്ളത്. എത്ര വരും? ബ്രാൻഡഡ് ഷർട്ടൊക്കെ ഞങ്ങള് 75% കൊടുക്കുന്നുണ്ട്. 299 രൂപയ്ക്ക് ഷർട്ട് ഉണ്ടെന്ന് കേട്ടു.
299 വെറും 99 രൂപയ്ക്കുണ്ട്. 299 അല്ല, വെറും 99 രൂപയ്ക്ക് ഷർട്ട്. വെറും 99 അപ്പൊ 200 അല്ല, വെറും 99 രൂപ. ഏത്? ഇതൊക്കെ വെറും 99 രൂപ. 99 രൂപയ്ക്ക് ഷർട്ട്. അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ ഇത് ഫുൾ ഷർട്ട് കോട്ടന്റെയും അതുപോലെ തന്നെ സിൽക്ക് മെറ്റീരിയൽ. സൈസസ് ഒക്കെ കിട്ടും ഈ ഓഫർ എന്ന് പറഞ്ഞിട്ട്. കിട്ടും നോ ഡൗട്ട്. ഓക്കെ, ഈ ഷർട്ടിന്റെ കളക്ഷൻസ് ഒന്നതെ ഈ 2 സെക്ഷൻ മൊത്തം ഷർട്ടിന്റെ കളക്ഷൻസ് ആണ്. അത് പ്ലെയിനിലുണ്ട്, പ്രിന്റിലുണ്ട്, ചെക്കിലുണ്ട്, സ്ട്രൈപ്പിലുണ്ട്, അങ്ങനെ എല്ലാ തരം വെറൈറ്റീസ് ഉണ്ട്. അതും ബ്രാൻഡഡിലും ഉണ്ട്, ബ്രാൻഡഡ് അല്ലാത്തത് അല്ല, ബ്രാൻഡഡ് അല്ല മിക്കതും, ബ്രാൻഡഡ് ഉണ്ട്, ബ്രാൻഡഡ് അല്ല, രണ്ടും ഉണ്ട്. ഒക്കെ ഇത്രയും റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ 99 രൂപ ആണ് ഷർട്ടിന്റെ റേറ്റ് വരുന്നത്. എന്തിനാ ഞാൻ ഈ 299 രൂപയൊക്കെ പറയണേ. ഓക്കെ, പിന്നെ ഇത് ഓഫർ ആട്ടാ. ഈ മുണ്ടുകളാണ്, ഇതിനും എന്താ ഓഫർ വരുന്നത്? ഇത് നല്ല മൽക്കോട്ടൺ ടൈപ്പ്. ഇതിനൊക്കെ എന്ത് റേറ്റ് വരും? 199. മുണ്ടിനാ 149. ഇതാ ഓഫറാണ്. ഓഫറാണ്. അപ്പൊ ഇനി അടുത്തത് ഇനി ഫെസ്റ്റിവൽ വരുമ്പോ വേണമെങ്കിൽ മേടിച്ചു. അല്ലാത്തവർ മുണ്ട് കൊടുക്കണവർക്കാണെങ്കിൽ അവർക്ക് അടിപൊളിയാണ് ആ ഒരു സംഭവം. അപ്പോൾ ഓഫറിൽ കിട്ടുന്ന മുണ്ടുകൾ വെറും 199 അത്രേ ഉള്ളൂ. പിന്നെ ടീഷർട്ടുകൾ വരുന്നുണ്ട് ഈ ഒരു സെക്ഷൻ, ഇതും ഓഫറിൽ ഇട്ടിരിക്കുന്നതാണ്. പിന്നെ ഇപ്പത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് പാൻസിൽ നമുക്ക് ഫോർമൽ കാഷ്വൽ ആ ഒരു രീതിയിലാണ് കേട്ടോ. ഇത് വലിയൊരുക്കുള്ളതല്ലേ? വലിയൊരുക്കുള്ളത്. ഓക്കെ, അതിൽ എല്ലാ തരം വെറൈറ്റീസ് ഉണ്ട്, എല്ലാം ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. പാൻസ് ആകുമ്പോൾ നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഫോർമൽ ഇവിടെ നിലത്ത് കിടക്കുന്നുണ്ടല്ലോ, ഇത് ഫോർമൽ അല്ലേ? ഇതാ ഫോർമലില്. അതുപോലെ ജീൻസിന്റെ സെക്ഷൻ കോട്ടണിലും വരുന്നുണ്ട്. പിന്നെ ഇത് ബെഡ്ഷീറ്റ്, പിന്നെ തോർത്ത്, അങ്ങനത്തെ ഫർണിഷ് ഐറ്റംസ്, ബ്ലാങ്കറ്റ്സ്, ബെഡ്ഷീറ്റ്, തോർത്ത്, ടർക്കി, അങ്ങനത്തെ ഫർണിഷ് ഐറ്റംസ് ആണ് വരുന്നത്. പിന്നെ ഈ സെക്ഷനിൽ നമുക്ക് ധോത്തി തന്നെ. ഇത് ഓഫർ ഇല്ലാത്തത്, ഓഫർ ഉള്ളതും ഓഫർ ഇല്ലാത്തതും വരുന്നുണ്ട്. അതുപോലെ തന്നെ കാവിമുണ്ട്, കൈലി, അങ്ങനത്തെ മുണ്ടുകളുടെ ഒരു സെക്ഷൻ. ഓക്കെ, പിന്നെ ഇപ്പുറത്ത് വരികയാണെങ്കിലോ പിന്നെ ഈ ചെത്തണ പിള്ളേരുടെ സംഭവങ്ങളുണ്ട് കേട്ടോ. ഈ ബർമോഡ, അതുപോലെ തന്നെ ടീഷർട്സ്, ആ ഒരു ഡമ്മി ഇട്ട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും ഇങ്ങോട്ട് പറഞ്ഞു തന്നില്ല, എന്നാലും നമുക്ക് കാണുമ്പോൾ അറിയാലോ. ദൈവം, എന്താ ചേച്ചാ അങ്ങനെ പറയണേ? ഞാൻ ഇത്ര നേരം കൂടെ നിന്നിട്ട് എന്നെ ചതിച്ചില്ലേ? നേരം കൂടെ നിന്നിട്ട് അപ്പൊ അതിൽ കുട്ടികളുടെ സെക്ഷനിൽ അതൊക്കെ ടെൻഷൻ. ഓക്കെ, ഇത് കട്ടിങ് സൂട്ടിങ്, നമുക്ക് പാൻസും അതുപോലെ തന്നെ ഷർട്ട്സിന്റെയും ബിറ്റ്സും റോൾസ് ആയിട്ടും അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് മേടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് കൂടാണ്ട് ഇന്നർ വെയർ, ആണുങ്ങളുടെ ബനിയനുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിറ്റഡിലുണ്ട്, പിന്നെ കോട്ടണിലുണ്ട്, ഓവൻ ക്ലോത്തിലുണ്ട്. പിന്നെ ഇവരെ സ്വന്തമായിട്ടുള്ള ഒരു ബ്രാൻഡാണ് സീക്രട്ട്. ഷോ, ഇപ്പം ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക ആരം. അപ്പൊ ഇത് സീക്രട്ട് ഇത് ഇവരുടെ സ്വന്തമായിട്ടുള്ള ബ്രാൻഡാണ്. ഇത് കൂടാണ്ട് ഇവിടെ രാംരാജ് ഉണ്ട്. അങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാം ഇന്നർ വെയർ സെക്ഷൻ ആണ് കേട്ടോ വരുന്നത്. VIP അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. ഇനി ഈ സൈഡിൽ നമുക്ക് കുട്ടികളുടെ ഈ കുട്ടികളുടെ ഇങ്ങോട്ട് പറയട്ടെ, അതാണ് നല്ലത്. 7 വയസ്സ് മുതൽ 12-13 വയസ്സ് വരെ അവൈലബിൾ ആണ്. ഈ 12 വയസ്സ് അല്ലെങ്കിൽ 14 വയസ്സ് വരെ എന്ന് പറയുന്നത് എന്തൊക്കെ ഐറ്റം 2-3 എടുത്തൊന്ന് കാണിക്കാൻ പറ്റുമോ? അല്ലാണ്ട് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ഇത് എന്താ സംഭവം. കാണിക്കാം. ലാച്ച, സറാറ. ഇത് ലാച്ച അല്ല സറാറ, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പാർട്ടി വെയർ. ഇതാ കുട്ടികളുടെ വർക്കുള്ള ഐറ്റംസ് കേട്ടോ. അപ്പൊ കുട്ടികളുടെ പറയുമ്പോ ഒരു 13-14 വയസ്സ് വരെക്കുള്ളത്. അപ്പൊ ഈ ഒരു പാർട്ടി വെയർ സെക്ഷൻ ആണ് ഈ ഒരു സെക്ഷൻ വരുന്നത് അല്ലേ? ലാച്ച ഒന്ന് കാണിച്ചു തരണം. ഓരോ പീസ് വെച്ചിട്ട് കാണിക്കാം കേട്ടോ. ഒരു 40 സൈസ് ലാച്ച. കാണിക്ക ഇങ്ങനെ. ഇതൊക്കെ നമുക്ക് പാർട്ടി വെയറിൽ വരുന്നതാ. തിരിച്ച് കാണിക്കുക, തിരിച്ച്. ഇത് കുട്ടികളുടെ ഒരു സെക്ഷനിൽ വരുന്നത്. പിന്നെ ഇപ്പുറ സൈഡ് വരുമ്പോൾ നമുക്ക് വെസ്റ്റേൺ അത് അതിൽ നിന്ന് വരുന്ന 2 എടുത്ത പെട്ടെന്ന് എടുത്താൽ അത്രയും നല്ലത്. നമുക്ക് കാണാം ഒരു ആകാംക്ഷ. കണ്ട ടോപ്പുകള്, ഈ ടോപ്പ് മാത്രമാണോ ഈ ഒരു സെക്ഷൻ? ടോപ്പുകള് നമുക്ക് ഒരു സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ പറയാൻ പറ്റും നമുക്ക് മൊത്തത്തിൽ കുട്ടികളുടെ 199 സ്റ്റാർട്ടിംഗ് റേറ്റ് തുടങ്ങണത്. അപ്പൊ ഇതില് ഇപ്പൊ ഈ ടോപ്പിന്റെ സെക്ഷനിലും അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ആ ഒരു വൈറ്റ് ആൻഡ് ജീൻസിന്റെ ഒന്ന് എടുത്ത നല്ല തുറന്നു, നല്ല അടിപൊളി സാധനമാണല്ലോ. ഇതൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് ഒളിപ്പിച്ച് വെച്ചാൽ നമ്മളിങ്ങനെ കാണും. പക്ഷെ എല്ലാതും കാണിക്കാൻ പറ്റില്ല, നേരിട്ട് വരാൻ തന്നെ വേണം. ഇത് നോക്കിയ ഒരു ഫ്രോക്ക് മോഡൽ
നല്ല സ്റ്റഫ് നല്ലതാ. നിങ്ങൾ മിണ്ടൂല അല്ലേ? നിങ്ങൾ തന്നെ മിണ്ടണോ ഇപ്പൊ? ആ പിന്നെ നമുക്ക് ഇത് ബ്രാൻഡഡ് ആണ്, ലാഫേല കമ്പനിയുടെ. ഇത് ലാഫെല്ല കമ്പനി എന്ന് പറയുമ്പോ അറിയാം, ബ്രാൻഡഡ് ആണ്. അപ്പൊ അതില് കുട്ടികളുടെ, പിന്നെ കുട്ടികളുടെ തന്നെ കുറെ ഉണ്ട് കേട്ടോ, കുറേ മോഡൽസ് ഉണ്ട്. ഇതും ഒരു കുട്ടികളുടെ 2 പീസ് തിരിച്ചു പിടിക്കും. നല്ലല്ല, കാണുമ്പോ ഒരു രസം, നല്ല രസമുണ്ട് അല്ലേ ഇതൊക്കെ കാണാനായിട്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാ ഇപ്പൊ സൈസസ്? ഇപ്പൊ ഇത് ഇഷ്ടപ്പെടാണെങ്കിൽ ചോദിച്ചാൽ കിട്ടുമോ? ഇത് 28 തുടങ്ങിയിട്ട് ഒരു 40 വരെ സൈസ് വരെ. ഇത് 2 പീസിന്റെ ആണ് കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇടാം, ഇല്ല വേണ്ട കോട്ട് വേണമെങ്കിൽ കോട്ട് യൂസ് ചെയ്യാം. ഇതൊക്കെ നല്ല മെറ്റീരിയൽ ഒക്കെ നല്ലതല്ലേ. കുട്ടികളുടെ വരുമ്പോ അങ്ങനെയാണല്ലോ. പിന്നെ ഈ ഒരു സെക്ഷൻ വരുമ്പോ എന്താ ഇത് എന്താ പാന്റ് പലാസോ. ഇതിന്റെ മുകളിലേക്കുള്ളതൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് മാത്രം? ഇത് സെപ്പറേറ്റ് ആണ്. ഓക്കെ. പിന്നെ ഫ്രോക്ക് ഇവിടെ റെഡിലൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റേറ്റ് കുറവാണല്ലോ. നല്ല റേറ്റ് കുറവിന് നമുക്ക് യൂണിഫോം ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഐറ്റം കേട്ടോ. പിന്നെ നല്ലൊരു വെസ്റ്റേൺ മോഡേൺ ആയിട്ടുള്ളത്. എനിക്ക് ജീൻസിന്റെ കാണുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ഇത് പിടിച്ചേ. ഇതിങ്ങനെ ഒരു ഡങ്കറി സ്റ്റൈലിൽ കേട്ടോ ഇങ്ങനെ വരുന്നത്. ഇതിന്റെ ഉള്ളിലേക്കുള്ള ആ ഒരു ബനിയന്, ഇത് എത്ര കാലമായാലും നമ്മുടെ വരെ ചെറുപ്പത്തിന് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത്രയും ഡിമാൻഡുള്ള ഒരു സംഭവമാണ് ഈ ഒരു സംഭവം. ഇത് ഇനി നമുക്ക് ബാഗി പാരഷൂട്ട് അങ്ങനെയൊക്കെ സംഭവം. പാരഷൂട്ട് ഇത് ഇങ്ങനെ 2 പീസാ വരുന്നത് അല്ലേ? ഇത് 2 പീസ്. അപ്പൊ വെറും 150 രൂപയ്ക്ക് നമുക്ക് കുട്ടികളുടെ കളക്ഷൻസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വെറൈറ്റീസ് ഇഷ്ടംപോലെ ഉണ്ട്. എന്നാൽ എഫോർട്ട് ചെയ്യാൻ പറ്റിയതാ. വെറൈറ്റി മാത്രമല്ല, സെലക്ഷൻ മാത്രമല്ല, എഫോർട്ടബിൾ കൂടിയാണ്. ഇത് ഈ ഒരു സെക്ഷൻ ആൺകുട്ടികളുടെ തുടങ്ങിയില്ലേ? ഷർട്ടുകളുടെ 2 ഷർട്ട് എടുത്ത ഈ ഒരു സാധനം കാണുമ്പോ ചാക്ക് പോലെയാണ്, പക്ഷെ ലൈറ്റ് വെയിറ്റ് ആണ്. അതെ, അതാണ് ഒരു പ്രത്യേകത, ലൈറ്റ് വെയിറ്റില്. പിന്നെ ഷർട്ടുകളുടെ സെക്ഷനും പിന്നെ ടീഷർട്ടിന്റെ സെക്ഷനും പാന്റും ഒക്കെ അതൊക്കെ അപ്പുറത്തെ സൈഡല്ല. ഇവിടെ അല്ലേ? ഓക്കെ. ഇത് ഷർട്ടുകള്. പിന്നെ ഈ സൈഡ് വരുമ്പോ നമുക്ക് ടീഷർട്ട് ഒരെണ്ണം അല്ലെങ്കിൽ 2 എണ്ണം ഒന്നും എടുത്തേ. ഏതെങ്കിലും ഒരെണ്ണം കയ്യിൽ കിട്ടുന്നത് എടുത്ത് അങ്ങോട്ട് വീശ. അതാണ് അല്ലേ? കടാ കുട്ടികളുടെ അതായത് കയ്യിൽ കിട്ടണത് വീശ. ഇത് വീശിക്കോളൂന്ന് അപ്പുറത്തുനിന്ന്. ഇത് ഡോക്ടർ സ്ലീവ് മറ്റേ ഫുൾ സ്ലീവില് വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ സ്ലീവ് ഉള്ളതും ഫുൾ സ്ലീവ് ഉള്ളതും സ്ലീവ് ഇല്ലാത്തതും വരുന്നുണ്ട്. ബാക്കില് പ്രിന്റ്, ഫ്രണ്ടില് പ്രിന്റ് വേണോ അങ്ങനത്തെ അവൈലബിൾ ആണ്. പിന്നെ ഇത് കൂടാണ്ട് ഇപ്പുറത്തേക്ക് വരാണെങ്കിലേ ഈ ഒരു പാന്റ് കൂടി കാണിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. വാ വരൂ. ഈ ഒരു സൈഡില് കുട്ടികളുടെ പാന്റിന്റെ സെക്ഷൻ ഉണ്ട്. ഈ ഒരു പാന്റിന്റെ സെക്ഷനിൽ ബ്രാൻഡഡ് ഐറ്റംസും വരുന്നുണ്ട്. ക്യാപ്പ് ബ്രാൻഡ് ഉണ്ട്, അതുപോലെ ബാഗി പാന്റ് ഉണ്ട്, പാരഷൂട്ട് ഉണ്ട്. പിന്നെ ഒന്ന് തുറന്നേ. കുട്ടികളുടെ ഐറ്റംസ്. അപ്പൊ ഇത് ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ എല്ലാം കൂടി മിക്സ് ആണ്. പെൺകുട്ടികളുടെ വേറെ രണ്ടു കുട്ടികൾക്ക് ഇടും, പക്ഷെ പെൺകുട്ടികളുടെ വേറെ ഉണ്ട്. പക്ഷെ ഈ യൂണിസെക്സ് ആണ്, എല്ലാവർക്കും വേണമെങ്കിലും ഇടാം. ഏത് ഷെയ്ഡ് വേണമെങ്കിലും അവൈലബിൾ ആണ്. ഇനി ഈ ഒരു സെക്ഷനിൽ വല്ല ഓഫർ ഉണ്ടോ കിഡ്സിന്റെ ഓഫർ? ഇപ്പൊ ഈ ഒരു സൈഡ് ഇല്ല. ഇതൊക്കെ ഓഫറിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് കിഡ്സിന്റെ ഓഫർ സെക്ഷൻ ആണ് കേട്ടോ വന്നത്. ഇത് മൊത്തം ഇവിടുന്ന് ഇതൊക്കെ നമുക്ക് ഓഫറിൽ വരുന്ന കുട്ടികളുടെ കളക്ഷൻസ് ആണ്. അപ്പൊ അങ്ങനെ കളക്ഷൻസ് ആണ്. നമുക്ക് ഇനി ലൊക്കേഷൻ ഒന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പൊ ലൊക്കേഷൻ വരുന്നത് എവിടെയാണ് ശരിക്കും എക്സാക്ട് പറയാം? ഇങ്ങോട്ട് വാ. കുന്നുകുളം പട്ടാമ്പി റോഡ് കുന്നുകുളം ജംഗ്ഷൻ്റെ അവിടുന്ന് ജസ്റ്റ് 10 അടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലാമ്യ സിൽക്സും കാണാം, ലാമ്യ ബേബി സ്റ്റുഡിയോയും കാണാം. അതായത് അങ്ങനെ 2 പേര് വന്നാവും. പക്ഷെ ലാമ്യ ഒന്ന് തന്നെയാണ്. ഒരു ഓണർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 18 ഷോപ്പ് ഉണ്ട്. അത് തൃശ്ശൂർ ഷോപ്പ് ബേബി സ്റ്റുഡിയോ ഉണ്ട്. ലാമിയ 4 അങ്ങനെ. അപ്പൊ 18ന്റെ മുകളിലേക്ക് പോയി മൊത്തം. അപ്പൊ നമുക്ക് തൃശ്ശൂർ എക്സാക്ട് എവിടേക്കാണെന്ന് ഏകദേശം ഒരു ഐഡിയ ഒന്ന് ഓർത്ത് പറയുകയാണെങ്കിൽ അറിയോ? ആ ഭാഗത്തെ പറയാ, ഏത് ഭാഗത്തായാലും കുഴപ്പമില്ല. കൊടുങ്ങല്ലൂര്, 3 പീടിക, തൃപ്രയാറ്, പാവർട്ടി, ചാവക്കാട്, പിന്നെ ചെറായി, എറണാകുളം ചെറായി, ചേർപ്പ്, പിന്നെ ചാവക്കാട് പറഞ്ഞു, ചെറായി, ചേർപ്പ്, മഞ്ചേരി. ആ ഭാഗം ഞാൻ ഈ ഭാഗത്തെ ഏകദേശം ഇപ്പുറത്തെ സൈഡ് കണ്ട മഞ്ചേരി, പിന്നെ പുലാമന്തോള്, എടപ്പാളല്ല
തൃപ്പയാറ് ഉണ്ടോ? തൃപ്രയാർ ആ ഭാഗം തൃപ്രയാർ പറഞ്ഞു. ഈ ഭാഗത്താണ് ഞാൻ പറഞ്ഞത്. ഈ ഭാഗത്ത് ഇതിപ്പോ തൃശ്ശൂരിന്റെ മാത്രല്ലേ ഇപ്പൊ ഈ പറയണത്? തൃശ്ശൂര് മലപ്പുറം ഡിസ്ട്രിക്ട് ആ ഭാഗം പോയി. ആ അല്ല, തൃശ്ശൂർ ഭാഗത്തല്ലേ ഇപ്പൊ ഈ മൊത്തം ഈ സൈഡ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്? 4-5 അതിനേക്കാളും മുകളിലുണ്ട്. തൃശ്ശൂരിൽ നിന്ന് കടന്ന് എറണാകുളം ആയില്ലേ? ചേർപ്പ് തൃശ്ശൂർ, ചേർപ്പല്ല, ചെറായി, മാള, ആലുവ. അതെ, മൊത്തത്തില് പറയാൻ അറിയണില്ല. കൊറേ ഷോപ്പുണ്ട്. പെട്ടെന്ന് ചോദിച്ചാൽ കൂടി പറയാൻ പറ്റണില്ല. അതാണ് സംഭവം. എന്തായാലും തൃശ്ശൂർ തന്നെ ഇത്രയും ആ ഒരു ഡിസ്ട്രിക്റ്റിൽ മാത്രം ഇത്രയും അധികം ഉണ്ട്. എറണാകുളം ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. അപ്പൊ ഷോപ്പുകൾ നിങ്ങളുടെ അടുത്ത് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് ഈ ഒരു ഓഫറും കാര്യങ്ങളും അവിടെ ഉണ്ടോന്ന് നിങ്ങൾ ചോദിക്കുക. എന്തായാലും ഞാൻ ഇവിടുത്തെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ചേച്ചി കൂടി ഇങ്ങോട്ട് വന്നാൽ എന്തായാലും ഒരു ടാറ്റ പറയാം. വേണ്ട, ഒരു ടാറ്റ നിങ്ങൾ പറഞ്ഞത് ഇത് ഇത്ര വലിയ വിഷയമുള്ള കേസൊന്നുമല്ല. അപ്പൊ നമുക്ക് തന്നെ ഒരു ടാറ്റ പറയാം. അപ്പൊ നേരിട്ട് വരാം. നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ കുന്നുകുളം നമുക്ക് ജംഗ്ഷന്റെ അവിടുന്ന് ജസ്റ്റ് ഒരു 10 അടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പട്ടാമ്പി റോഡിലാണ് കേട്ടോ നിൽക്കുന്നത്. ലാമ്യ ബേബി സ്റ്റുഡിയോ, ലാമ്യ സിൽക്സ്, ഇത് രണ്ടും ഒന്നാണ്, നോ ഡൗട്ട്. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.